അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ ദൈവവചന പഠനത്തിനായി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്നു കൊണ്ട് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഒരുങ്ങി അതിനായിട്ട് സമർപ്പിതരായി വന്നിരിക്കുന്ന എല്ലാവരും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ ലോകവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അതിനു മുമ്പ് കർത്താവിൻ്റെ സഭയെ അതിൻ്റെ മഹിമയോട് പണിതെടുക്കണം. കണ്ടമാനം പേര് കർത്താവിൻ്റെ വചനപ്രകാരമുള്ള ദൈവസഭകളുടെ ശുശ്രൂഷകരാകുവാൻ ദൈവാത്മാവിൽ സമർപ്പിതരും, എന്താ കർത്താവിന് വേണ്ടി ചെയ്യണമെങ്കിൽ ചെയ്യാം, മരിക്കണമെങ്കിൽ മരിക്കാം എന്ന് ചിന്തിക്കുകയും സമർപ്പിതരായും ചിരിക്കുന്ന കണ്ടമാനം പേര് നമ്മുടെ ഇടയിൽ വളർന്നു വരുന്നുണ്ട്. ഈ ഭൂമിയിൽ ഉള്ള ഏതൊരു ലക്ഷ്യത്തെക്കാളും ദൈവരാജ്യമാണ് വലുത്, ദൈവിക ശുശ്രൂഷയാണ് വലുത് എന്ന് ഗ്രഹിക്കുന്നവരും അതിനു മുമ്പിൽ സമർപ്പിതരായവരും നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം കുഞ്ഞുങ്ങളുടെ ക്ലാസ് എടുത്ത സമയത്ത്, കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാനായിട്ട് ക്ലാസ് എടുത്ത സമയത്ത് ഞാനൊരു ചോദ്യം ചോദിച്ചു. ദൈവം നിങ്ങളെ വിളിച്ചാൽ ശുശ്രൂഷയ്ക്ക് ഇറങ്ങാനായിട്ട് റെഡിയായിട്ടുള്ള പിള്ളേർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ച വല്ല 2-3 പേര് കൈപൊക്കുമെന്നാണ്. ഇത് ഭൂരിഭാഗം പിള്ളേർ കൈപൊക്കി. ഇത്രയും എന്താ പറയുക, വിശാലമായി ലോകം പരന്നു കിടക്കുമ്പോൾ ആ ലോകത്തിൽ ഇഷ്ടപ്രകാരം ജോലി സാധ്യതകളുള്ളപ്പം ജീവിതത്തെ എങ്ങനെ വേണമെങ്കിലും മുൻപോട്ട് കൊണ്ടുപോകാനുള്ള സകല വഴികളും തുറന്നു കിടക്കുമ്പോൾ നമ്മുടെ മക്കൾ പറയുകയാണ്, ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് റെഡിയാകുന്നു. ആരോ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ കുറച്ച് നാൾ മുമ്പ്, ഇനിയൊന്നും പിള്ളേരെയൊന്നും സുവിശേഷ വേലയ്ക്ക് കിട്ടുകയില്ലെന്ന്. അതൊക്കെ മഹാമണ്ഡലത്തിലാണ് കേട്ടോ. കർത്താവിൻ്റെ സഭയാണെങ്കിൽ, കർത്താവിൻ്റെ ശരീരമാണെങ്കിൽ, ജീവനുള്ള ദൈവം സ്വർഗത്തിലുണ്ടെങ്കിൽ സുവിശേഷ വേലയ്ക്ക് കർത്താവ് തൻ്റെ മക്കളെ ഒരുക്കും. യാതൊരു സംശയമില്ല. ഒരു ജീവൽ സ്ഥാപനം ഒരു വ്യക്തി തുടങ്ങി, ഒരു സ്ഥാപനം ഒരു വ്യക്തി തുടങ്ങിയാൽ അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാതെ അവൻ തുടങ്ങില്ല എന്നതുപോലെ കർത്താവ് ആരംഭിച്ചിരിക്കുന്ന സഭയുടെ പണിക്ക് വേണ്ടി അവൻ അതാത് കാലഘട്ടത്തിൽ ഏറ്റവും മഹത്വകരമായ ശുശ്രൂഷമാരെ എഴുന്നേൽപ്പിക്കും. ഞാൻ എന്തിനാണിത് പറഞ്ഞത്? ഞാൻ പറഞ്ഞത്, ഇന്നു മുതൽ ഞാൻ ഒരിക്കലും ഈ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്, പക്ഷെ ഒന്നുകൂടെ എനിക്ക് അതിനകത്തൊരു കൃത്യമായ പ്രാവീണ്യതയിൽ നിങ്ങളുടെ മുമ്പിൽ അത് പറഞ്ഞു തരാൻ കഴിയുമെന്നതിനാൽ പണ്ട് പഠിച്ചവർക്കും പുതുതായിട്ട് പഠിക്കുന്നവർക്കുമൊക്കെ ബോധ്യമാകുമാറ് നിങ്ങൾക്ക് ഇത് ഒരു പഠനമായിട്ടും അപ്പോൾ തന്നെ നിങ്ങളുടെ ശുശ്രൂഷയിൽ ഒരു പ്രയോജനപ്രദമാകുന്ന നിലയിൽ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ അകത്ത് കിട്ടേണ്ടതിന് പ്രാർത്ഥനയോടെ ഞാൻ ഈ തലത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. പണ്ട് കാലത്ത് ഞാനൊക്കെ ചെറുപ്പത്തിൽ വളരുമ്പോൾ ഒരു ചിന്തയുണ്ട്, സുവിശേഷ വേലയ്ക്ക് വീട്ടിൽ നിന്ന് വിടുന്നത് 10ാം ക്ലാസ് തോറ്റ പിള്ളേരെയാണ്. പഠിക്കാനായിട്ട് കഴിവില്ലാത്ത പിള്ളേരെ എന്ത് ചെയ്യും? ഒടുവിൽ അപ്പനും അമ്മയും ഇവൻ എന്തായാലും 10 തോറ്റ, എന്നാൽ പിന്നെ ഇവൻ സുവിശേഷ വേലയ്ക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകന്മാരായി നമ്മുടെ പിതാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ 10 തോറ്റവരെയും ആർക്കും വേണ്ടാത്തവരെയും എവിടെ പോയാൽ പ്രയോജനപ്പെടാത്തവരെയും ഒക്കെ നമ്മൾ അങ്ങ് സമർപ്പിക്കാറുണ്ട്. ഞാനിപ്പോൾ പറയാറുണ്ട്, നിങ്ങൾ ചാടിക്കയറി നിങ്ങളുടെ മക്കളെ ഒന്നും അങ്ങനെ സമർപ്പിക്കരുത്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് വിഷമം തോന്നരുത്. കർത്താവ് എൻ്റെ മോനെ അങ്ങ് തന്നേക്കാം, അങ്ങനെ തരുമൊന്നും വേണ്ട. അങ്ങനെ നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി അവൻ ദൈവാത്മാവിൽ വളരുവാനും ദൈവകൃപയിൽ നിൽക്കുവാനും ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ പ്രയോജനപ്പെടാനും പ്രാർത്ഥിക്കുക. നിങ്ങൾ അവനെ ഫുൾ ടൈം ആക്കണ്ട. സ്വർഗം അതൊക്കെ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്. സ്വർഗം തീരുമാനിക്കാത്ത ഒരാളെ നിങ്ങൾ തീരുമാനിച്ച് ഇറക്കി വിടരുത്. സ്വർഗം തീരുമാനിക്കാത്ത ഒരാൾ നിങ്ങൾ തീരുമാനിച്ച് ഇറക്കി വിടരുത്. സ്വർഗം തീരുമാനിച്ച ആളെ നിങ്ങൾ പിടിച്ചു വയ്ക്കുവരുത്. ഇത് രണ്ടും ചെയ്യരുത്. അതുകൊണ്ട് എന്താണ് പുതിയ നിയമ ശുശ്രൂഷ എന്ന് നിങ്ങൾ അറിയണം. ഇനി അതിലേക്ക് പ്രവേശിക്കുന്നതിനൊക്കെ മുമ്പ് ഞങ്ങളുടെ കാലത്ത് ഞാനൊക്കെ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചപ്പം ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞാൻ ആദ്യം ചേർന്ന് 2 വർഷത്തെ ബൈബിൾ കോളേജിലാണ്. അതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന യൗവനക്കാർ പ്രായമുള്ള അപ്പച്ചന്മാരെ അടുക്കെ ചെന്ന് നിന്ന് അവരുടെ പെട്ടിയൊക്കെ പിടിച്ച് അവർ ബൈബിളൊക്കെ ചുമന്ന്
എൻ്റെ കാലിപ്പോൾ നല്ല വേദനയുണ്ട് കേട്ടോ. ഞാനിന്ന് വിചാരിച്ചു എനിക്കൊരു കുഴപ്പമില്ലെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ലിൻഡോ വന്നപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്. എന്നെ ശരിക്കൊന്ന് ഇടിച്ചു പിഴിഞ്ഞു നമ്മുടെ ലിൻഡോ. മേല് മൊത്തം വേദന, കയ്യും കാലും മസിലൊക്കെ വേദന. അപ്പോൾ നിന്ന് പ്രസംഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ വലിയൊരു മസാജ് ചെയ്യും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തിരുമ്പ് ആവശ്യമുണ്ടെങ്കിൽ ലിൻഡോനെ സമീപിച്ചാൽ നല്ലതാണ് കേട്ടോ. ലിൻഡോ നന്നായി തിരുമ്പുന്നു. ഓക്കെ, അപ്പം എനിക്ക് ഫ്രീ ആണ്, നിങ്ങൾക്ക് ഫീസ് കൊടുക്കണം കേട്ടോ. അപ്പം പോട്ടെ. അപ്പം ഞാൻ എന്ത് പറഞ്ഞ അപ്പോൾ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഇങ്ങനെയാണ് ശുശ്രൂഷകൾക്ക് വേണ്ടി അവരെ പിതാക്കന്മാരെ കൂടെ നിർത്തി പഠിപ്പിച്ച് അവരെ ശിക്ഷണത്തിൽ വളർത്തി അവരുടെ പെട്ടിയൊക്കെ പിടിച്ച് അവരെ പുറകെ നടന്ന് ഇങ്ങനെയാണ് അവരെ പരിശീലിപ്പിച്ച് അവരെ പഠിപ്പിച്ച് കൊണ്ടുവന്നിരുന്നത്. പിന്നീട് നമ്മുടെ കാലഘട്ടങ്ങളിൽ ബൈബിൾ കോളേജുകൾ തുടങ്ങി. ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ച് അങ്ങനെ അവിടെ കുറേ ഡ്യൂട്ടിയൊക്കെ ചെയ്ത് അങ്ങനെ കയറി വരാൻ തുടങ്ങി. ഇപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഭൂരിഭാഗം ആളുകളും പല രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് പല ജോലികളിലായിരിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ആ ജോലി രാജിവെച്ച് നിങ്ങൾക്ക് ഒരു ബൈബിൾ കോളേജിൽ പോയിട്ട് 3 വർഷം ബൈബിൾ സ്കൂൾ പഠിച്ച് നിങ്ങൾക്ക് കർത്താവിൻ്റെ വേല അങ്ങനെ ചെയ്യാനായിട്ടുള്ള സാധ്യതയില്ല, സാവകാശമില്ല. പക്ഷെ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. ഒരു സഭാ ശുശ്രൂഷകനാകുന്ന വ്യക്തിയാണ് ഇങ്ങനെ കൃത്യമായിട്ട് അത് കാര്യങ്ങളൊക്കെ പഠിച്ച നിലയിൽ പോകേണ്ടത്. പക്ഷെ നിങ്ങൾക്ക് ഒരു അപ്പോസ്തോലിക, പ്രവാചക, ഉപദേഷ്ട, സുവിശേഷക ഓഫീസുകൾ കൈകാര്യം ചെയ്യാനും വരങ്ങളുടെ ശുശ്രൂഷ ചെയ്യാനും നിങ്ങൾക്ക് സമർപ്പിതരായിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പഠിപ്പിക്കുന്ന പാഠങ്ങൾ നിങ്ങൾക്ക് ഭയങ്കര പ്രയോജനപ്രദമാകും. രണ്ടാമതൊരു കാര്യം ഞാൻ ഓർപ്പിക്കാനായിട്ടുള്ളത്, ഞാൻ മുഖവര പറയുകയാണ് കേട്ടോ. നമ്മുടെ ഇടയിൽ പല നിലകളിലാണ്, അതായത് വേർപെട്ട ദൈവമക്കളുടെ ഇടയിൽ പല നിലകളിലാണ് ശുശ്രൂഷകൾക്ക് പ്രാധാന്യത കൊടുക്കുന്നതും ശുശ്രൂഷകൾ ബേസ് ചെയ്ത് വെച്ചിരിക്കുന്നതും. ട്രഡീഷണൽ പശ്ചാത്തലത്തിലുള്ള സഭകളുണ്ട്. ആ സഭകളുടെ പ്രത്യേകത അവർ ബൈബിളിലെ സത്യങ്ങൾ വിശ്വസിക്കുമ്പോൾ തന്നെ അവർക്ക് അവരുടേതായ കുറച്ച് നിയമങ്ങൾ കൂടെ നല്ലതാണ് കേട്ടോ. അതൊക്കെ നല്ലതാണ്. ഒരു സഭയാകുമ്പോൾ അതൊക്കെ ആവശ്യമുണ്ട്. ഒരു കയർ ലാബ് അഴിച്ചുവിടരുത്. പക്ഷെ അതിനകത്ത് കെട്ടപ്പെട്ട് നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് അവർക്കൊരു ചിന്താഗതിയോ വളർച്ചയോ അതിനകത്ത് നല്ലൊരു കൂട്ടം ആളുകൾക്ക് ഇല്ലാതെ പോകുന്നു. ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ ചർച്ചകളുണ്ട്. അവരുടെ പ്രത്യേകത അവർ പ്രവാചക ശുശ്രൂഷകൾക്ക്, വിടുതലുകൾക്കാണ് അമിതമായ പ്രാധാന്യത കൊടുക്കുന്നത്. ഒരു കൂട്ടർ തനതായ പാരമ്പര്യ പഠനങ്ങൾക്ക് പ്രാധാന്യത കൊടുക്കുമ്പോൾ മറ്റൊരു കൂട്ടർ വിടുതലുകൾക്കും സമൃദ്ധിക്കും മാത്രം പ്രാധാന്യത കൊടുത്ത് അതിൻ്റെ പുറകെ പോവുകയാണ്. ഇത് രണ്ടും പോകുന്നവരെല്ലാം ബ്രദറൻ സഹോദരന്മാർ. അവർ വചനത്തിലൂടെ സ്വഭാവത്തിന് പ്രാധാന്യത കൊടുത്ത്, ക്യാരക്ടറിന് മാത്രം പ്രാധാന്യത കൊടുത്ത് മുൻപോട്ട് പോകുന്നവരാണ് ബ്രദറൻ സമൂഹത്തിലുള്ളവർ. ഞാൻ എല്ലാവരും സ്നേഹിക്കുന്നു, എനിക്കിതിൽ ആരോടും വിഷമമില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു ശുശ്രൂഷ ബൈബിളിലുണ്ട്. ന്യൂ കവനന്റ് മിനിസ്ട്രി എന്ന് പറയുന്ന ഒരു മിനിസ്ട്രി ബൈബിളിനകത്തുണ്ട്. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ഇന്ന് വൈകിട്ട് മുതലുള്ള ഈ പഠനങ്ങൾ 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. ഇത് ഒരു പ്രസംഗയോഗമല്ല, ഇത് ഒരു പ്രവചനയോഗമല്ല. ഒടുവിൽ ദൈവാത്മാവ് നിയോഗിച്ചാൽ പ്രാർത്ഥിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. കഴിയുന്നവരൊക്കെ നോട്ടും പേനയും എടുത്ത് ഈ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുകയും നിങ്ങളിലുള്ള ശുശ്രൂഷകനെ പുറത്തു കൊണ്ടുവരേണ്ടതിനായിട്ട് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ പ്രാർത്ഥിക്കുകയും ഇത് നിങ്ങളുടെ അകത്ത് ബോധ്യമാക്കുകയും ചെയ്യുന്നത് നല്ലതാണെന്ന് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിക്കുന്നു. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നിന്ന് നമുക്ക് ഇന്ന് തുടങ്ങുന്ന ഈ പഠനങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാർ മതി ഒറ്റ വാക്ക് കിട്ടിയാൽ മതി. അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അവൻ ഞങ്ങളെ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. ഈ അധ്യായം നിങ്ങൾ പഠിക്കുമ്പോൾ 2 കൊരിന്ത്യർ ലേഖനം 3-4 അധ്യായങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ പുതിയ നിയമ ശുശ്രൂഷയ്ക്ക് ഈ അധ്യായത്തിൽ പറയുന്ന പര്യായ പദങ്ങളുണ്ട്. നീതിയുടെ ശുശ്രൂഷ,
തേജസ്സിൻ്റെ ശുശ്രൂഷ, ആത്മാവിൻ്റെ ശുശ്രൂഷ എന്നിങ്ങനെയുള്ള പര്യായ പദങ്ങളാൽ അറിയപ്പെടുന്ന ഈ ശുശ്രൂഷയെ ബൈബിൾ പുതിയ നിയമത്തിൽ പറയുന്നത് ഇത് പുതിയ നിയമ ശുശ്രൂഷ എന്നാണ്. പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ മനസ്സിലാക്കുക, ഒരു പഴയ നിയമ ശുശ്രൂഷയുണ്ട്. പഴയ നിയമ ശുശ്രൂഷയുണ്ട്. ഞാൻ ആദ്യം ഈ കാര്യം പഠിപ്പിക്കാൻ തുടങ്ങുന്നത് 2007-8 കാലഘട്ടത്തിലാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ടി വിയിലൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോൾ അന്ന് ഞാനിത് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പം ഞാനൊരു കാര്യം കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ആ കാലഘട്ടങ്ങളിലൊക്കെ കൂടുതൽ ആളുകൾ പ്രസംഗിക്കുന്നത്, ഞാനും അത് ആരംഭ കാലഘട്ടത്തിലൊക്കെ കൂടുതൽ 2006 വരെയൊക്കെ എൻ്റെയും പ്രസംഗങ്ങൾ ഭൂരിഭാഗവും യെശയ്യാവിൻ്റെ പുസ്തകം, സങ്കീർത്തന പുസ്തകം, പ്രവാചക പുസ്തകം, ഇങ്ങനെയുള്ള പുസ്തകങ്ങളിലായിരുന്നു എൻ്റെ പ്രസംഗങ്ങൾ ഭൂരിഭാഗവും. എനിക്ക് പഴയ നിയമത്തിലെ ചരിത്രങ്ങൾ അത്യാവശ്യം നന്നായിട്ട് അറിയാം. അഞ്ജു സിസ്റ്റർ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് തലമുടി മാത്രമേ കാണാനുള്ളൂ. മൊബൈൽ ഇച്ചിരി ശരിയാക്കി കഴിഞ്ഞാൽ എനിക്ക് ഇച്ചിരി അഞ്ജു സിസ്റ്റർ തിരുവനന്തപുരം ഓക്കെ 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 എന്തായാലും വീഡിയോ ഓൺ ചെയ്തിരിക്കുകയാണ്. അപ്പം പിന്നെ ഞാൻ മുഖമൊന്നും കണ്ടിരുന്നാൽ പിന്നെ എനിക്ക് പ്രസംഗിക്കുമ്പോൾ ഒന്ന് നിങ്ങളുടെ അകത്തത് കയറുന്നുണ്ടോയെന്ന് അറിയാലോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇടൊന്ന് പറഞ്ഞു പോയി. അപ്പം അന്ന് ഈ പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറഞ്ഞപ്പം ആളുകളൊക്കെ പല പ്രസംഗർ ചെയ്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ നിയമത്തിലെ ദാവീദിൻ്റെ കഥ, അബ്രഹാമിൻ്റെ കഥ, ഇസഹാക്കിൻ്റെ കഥ, യാക്കോബിൻ്റെ കഥ, യോസഫിൻ്റെ കഥ, ഞാനൊക്കെ ഇയ്യോബിൻ്റെ കഥ എന്തോരം കേട്ടിട്ടുണ്ടെന്നറിയോ? അതുകൊണ്ടൊക്കെ ഒരു മെച്ചമുണ്ട്, നമ്മുടെ അകത്തൊക്കെ കുറേ പതിഞ്ഞിട്ടുണ്ട്. കഥകളായിരുന്നു പഴയ നിയമത്തിൽ നമ്മൾ ഒരു കാലഘട്ടം മൊത്തം കേട്ടുകൊണ്ടിരുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്കൊരു ആശ്വാസമുണ്ട്. പൊട്ടക്കുഴിയിലിട്ടോ യോസഫിൻ്റെ ജീവിതം പൊട്ടക്കുഴി കൊണ്ട് അവസാനിച്ചില്ല. ദൈവം വിശ്വസ്തനാണ്, ദൈവം വാക്ക് പറഞ്ഞാൽ വാക്ക് നിവർത്തിക്കും, നമ്മൾ ആമേൻ പറയും. അതിനൊക്കെ നല്ല ഒരു ആശ്വാസത്തിന് ഇതൊക്കെ നല്ലതാണ്. അപ്പോൾ പഴയ നിയമത്തിൽ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ കേട്ടപ്പോൾ ഇത് പഴയ നിയമ പ്രസംഗങ്ങളാണ്. പുതിയ ഉടമ്പടിയുടെ പ്രസംഗം എന്ന് പറഞ്ഞപ്പോൾ പ്രസംഗകർ ചെയ്ത പരിപാടി എന്താ അറിയാമോ? അവർ പഴയ നിയമത്തിൽ നിന്നുള്ള പ്രസംഗം നിർത്തിയിട്ട് പുതിയ നിയമത്തിൽ നിന്നുള്ള കഥ പ്രസംഗിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? പഴയ നിയമത്തിൽ അബ്രഹാമിൻ്റെ കഥ നിർത്തിയിട്ട് പുതിയ നിയമത്തിൽ വന്ന് ബർത്തിമായുടെ കഥ പ്രസംഗിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ സക്കായുടെ കഥ പ്രസംഗിക്കാൻ തുടങ്ങി. 27 പുസ്തകങ്ങളിലേക്ക് 27 പുസ്തകങ്ങളിൽ 39 പുസ്തകങ്ങളിൽ നിന്ന് വിഷയം മാറ്റി 27ലേക്ക് കൊണ്ടുവരുന്നതല്ല പുതിയ നിയമ ശുശ്രൂഷ. ന്യൂ കവനന്റ് മിനിസ്ട്രി എന്ന് എന്താണെന്ന് അറിയണമെങ്കിൽ ന്യൂ കവനന്റ് എന്താണെന്ന് അറിയണം. ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം. നിങ്ങൾ ശുശ്രൂഷയിൽ വളരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം നിങ്ങൾ അറിയേണ്ടത് നിങ്ങളൊരു പുതിയ നിയമ ശുശ്രൂഷകനാകണം. കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ശുശ്രൂഷ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ന്യൂ കവനന്റിന്റെ മിനിസ്ട്രിയാണ്, പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷയാണ്. ഈ പുതിയ ഉടമ്പടിയുടെ കാലഘട്ടത്തിൽ നിങ്ങൾ വന്നിട്ട് പഴയ നിയമത്തിന്റെ ശുശ്രൂഷ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? മൽക്കീസേദെക്കിന്റെ പൗരോഹിത്യം തുറന്നു കിടക്കുന്ന കാലത്ത് നിങ്ങൾ അഹരോന്യ പൗരോഹിത്യം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്നല്ല ഒന്നാം തരം എന്താ പറയുക, ആധുനിക യാത്രാ ഉപകരണങ്ങൾ, യാത്രാ വാഹനങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഈ കാളവണ്ടി കയറി യാത്ര ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഇരിക്കുക. അപ്പോൾ നിങ്ങൾ പറയുക ഞാൻ പണ്ടത്തെ പോലെയാ, അവിടെ പോയിട്ട് എവിടെയാ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് കമ്പി അടിക്കുകയുള്ളൂ, അതായത് ടെലഗ്രാം അടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ വല്ല കാര്യമുണ്ടോ? നൂതനമായ മേഖലകൾ ദൈവാത്മാവ് നമുക്ക് വേണ്ടി തുറന്നിട്ട് വന്നിരിക്കുമ്പോൾ അതിൻ്റെ വെളിപ്പാടകത്ത് വന്നവർ ആ മേഖല മനസ്സിലാക്കി നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഇത് നിങ്ങളിൽ പെട്ടെന്ന് ആക്ടിവേറ്റ് ആവാൻ തുടങ്ങും. നിങ്ങളുടെ ശുശ്രൂഷ ശക്തിയോടെ തുറന്നു വരാൻ തുടങ്ങും. ഞാൻ ഇന്നലെ മുതൽ ഈ ന്യൂ കവനന്റ് മിനിസ്ട്രി ഞാൻ 2 വട്ടം എടുത്തതാണ്. ഒന്നും കൂടെ എടുക്കണം എന്ന ചിന്തയിൽ ഞാൻ തുടങ്ങാനിരിക്കുകയായിരുന്നു. ആഗ്രഹിച്ച് ഞാൻ ഫ്ലയർ 2 ദിവസം മുമ്പേ അടുപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. 30-ാം തീയതി തന്നെ തുടങ്ങേണ്ടതായിരുന്നു ഇത്. ഈ വെള്ളിയാഴ്ച നമ്മുടെ ചർച്ചിനകത്ത് കേഴ്സ് ബ്രേക്കിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമ്മൾ വെച്ചിട്ടുണ്ട്. കേഴ്സ് ബ്രേക്കിംഗ്. അപ്പം എനിക്കറിയാം ഈ കേഴ്സ് ബ്രേക്കിംഗ് എന്നൊരു സെക്ഷൻ വയ്ക്കുമ്പോൾ ഇത് അംഗീകരിക്കാത്തതും വിശ്വസിക്കാത്തതുമായ കണ്ടമാനം ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടെ ഇടയിലല്ല പറഞ്ഞ് പുറമെ വിമർശിക്കുന്നവർ കുറേ പേരുണ്ടാകാം. അപ്പം എനിക്ക് കർത്താവ് എൻ്റെ അകത്ത് വ്യക്തമായിട്ട് ഇടപെട്ടു ഈ കാര്യം ചെയ്യാനായിട്ട്. മേമി ചേച്ചി വീഡിയോ ഓൺ ചെയ്ത് വന്ന് പിന്നെയും പോയി. പോരെ, വീഡിയോ ഓൺ ചെയ്ത് പോരെ. ലിനി സിസ്റ്റർ വീഡിയോ ഒന്ന് ക്ലിയർ ചെയ്ത് വെച്ചോ. 4 പേര് വീഡിയോ ഓൺ ചെയ്തിരുന്ന് നിങ്ങളുടെ മുഖം ഒന്ന് കണ്ട് സൂക്ഷിക്കാമല്ലോ എന്ന് വെച്ചിട്ടാ. വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നവർക്കായിട്ട് സ്തോത്രം കേട്ടോ. ആർലിൻ, ഐഫോൺ,
റോസ്മിൻ, റോസ്ലി സിസ്റ്റർ, ഓക്കെ, അനിത സിസ്റ്റർ, ഇനിയിപ്പോൾ എല്ലാവരും പേര് പറഞ്ഞില്ലേ അത് പ്രശ്നമായി. ശുഭ സിസ്റ്റർ, ഓക്കെ, അന്നമ്മ ആൻറ്റി, റീത്ത സിസ്റ്റർ, ഡെൽഫി സിസ്റ്റർ. അന്നമ്മ ആൻറ്റിയുടെ മോളുടെ വിവാഹം തീരുമാനിച്ചു കേട്ടോ. ഞാൻ എല്ലാവരും കല്യാണത്തിന് ഞാൻ വിളിക്കുകയാണ്. സുശീല സിസ്റ്റർ, ഓക്കെ, എല്ലാവർക്കും ഉള്ള സ്നേഹത്തെ അറിയിക്കുകയാണ്. ഓക്കെ, ജോഫി സിസ്റ്റർ ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഓക്കെ, എവിടെയാണ് ഞാൻ നിർത്തിയെന്ന് ഞാൻ വിട്ടുപോയി. ഇതാണ് കുഴപ്പം, ഞാനൊരു വഴിക്ക് പോയാൽ എവിടെയാണ് നിർത്തിയത്? അപ്പം ഞാൻ ഇന്നലെ പകൽ നടന്ന ശുശ്രൂഷയിൽ, ഇന്നലെ പകലത്തെ കവനന്റിന്റെ മീലിന്റെ മിനിസ്ട്രി ചർച്ചിൽ നടന്ന മെസ്സേജ് കേൾക്കാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിൽ അത് കിടക്കുന്നുണ്ട്, നിങ്ങളത് കേൾക്കണം കേട്ടോ. അപ്പോൾ ആ സന്ദേശം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അകത്ത് ദൈവാത്മാവ് ശക്തിയോടെ വ്യാപിച്ചു. ഒരു കേഴ്സ് ബ്രേക്കിംഗ് സെക്ഷൻ ചർച്ചിലെടുക്കണമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പ്രാർത്ഥിക്കാൻ വന്ന പുതിയ ആളുകളുടെ മേൽ ഈ സംഭവം ഉണ്ടെന്ന് കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ കർത്താവ് അവരങ്ങനെ തന്നെ എന്നോട് സംസാരിച്ചു. ഞാൻ ഈ വെള്ളിയാഴ്ച ചർച്ചയിൽ അത് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് അല്പനേരം കടന്നപ്പോൾ ഞാൻ വീണ്ടും ഈ ഡ്രീം കാണുകയാണ്. ഒരു വലിയ കൂട്ടം ആളുകൾ, ഞാൻ ചർച്ച ഗ്രൂപ്പിനകത്ത് ഞാൻ അതിൻ്റെ ഓടിയിട്ടിരുന്നു. കണ്ടമാനം മറ്റൊരു പശ്ചാത്തലത്തിലുള്ള, ഞാനിത് വീഡിയോ ലൈവിൽ യൂട്യൂബിൽ ഇടാവുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാത്തത്, നമ്മുടെ ചുറ്റുമുള്ള വലിയൊരു വിഭാഗം ആളുകൾ ഇത് പഠിക്കാൻ, ഇത് അറിയാൻ, ക്രിസ്തുവിലേക്ക് തിരിയാൻ ഈ പഠനങ്ങൾ മുഖാന്തരമാകുമെന്നും അവരിത് കേൾക്കാനും ദൈവത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കാനും സഭയിലേക്ക് വരും. ഒരു വെള്ളിയാഴ്ച പ്രാർത്ഥന അങ്ങനെ തന്നെ വലിയ ഒരു കൺവെൻഷൻ നടക്കുന്ന പോലെ നടക്കുന്ന കാഴ്ച കർത്താവ് എന്നെ ഇന്ന് കാണിച്ചു. അപ്പോൾ അതുകൊണ്ട് ദൈവാത്മാവ് എന്നെ കാണിച്ച കാഴ്ചകളുടെ അടിസ്ഥാനത്തിൽ, എന്നെ പഠിപ്പിച്ച പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇതിനകത്തേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഇത് ഞാൻ 2 പ്രാവശ്യം ഇതിൻ്റെ പ്രാരംഭ ഭാഗങ്ങൾ എടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ ഇത് ആ ക്ലാസ്സിൽ എടുത്തവർ ഒന്നുകൂടെ നിങ്ങളുടെ നോട്ടുകൾ പരിശോധിക്കുക, ഒന്നുകൂടെ നിങ്ങളിത് ആവർത്തിച്ച് പഠിച്ച് ഉറപ്പിക്കപ്പെടുക. നിങ്ങളിൽ കർത്താവ് ശുശ്രൂഷകൾ വേഗത്തിൽ തുറക്കും. അപ്പം ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ടത്, പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളിൽ നിന്ന് പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിലേക്ക് തിരിയുന്ന വല്ല പുതിയ ഉടമ്പടി. ചില ആൾക്കാർ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ പ്രസംഗിച്ച് കേട്ടു, വലിയ പ്രസംഗം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പഴയ നിയമം വേണ്ട, പുതിയ നിയമം മതി. ഇതൊക്കെ അജ്ഞതയിൽ നിന്ന് പറയുന്നതാണ്, അറിവുകേടി എന്ന് പറയുന്നതാണ്. 66 പുസ്തകങ്ങളുള്ള സത്യവേദ പുസ്തകം ദൈവനിശ്വാസ്യമാണ്. അത് പരിശുദ്ധാത്മാവിനാൽ, പിതാക്കന്മാരാൽ ദൈവാത്മാവ് നമ്മുടെ കയ്യിൽ സംയോജിപ്പിച്ചു തന്നതാണ്. ഇതിനകത്ത് ഉടമ്പടിയുടെ വെളിപ്പാടാണ് ദൈവാത്മാവ് നിങ്ങൾക്ക് നൽകേണ്ടത്. ഇത് ലഭ്യമായാൽ നിങ്ങൾ അസാധാരണ തലത്തിലേക്ക് പണിയപ്പെടാൻ തുടങ്ങും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കണ്ടമാനം ശുശ്രൂഷകന്മാർ ഗ്ലോറി റിലം പഠിപ്പിക്കുന്നവരുണ്ട്. ഈ ഗ്ലോറി റിലം പഠിപ്പിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും, നമുക്കൊരു ആസ്വാദനം തോന്നും. ഗ്ലോറി റിലത്തിൽ വെളിപ്പെട്ടു വരുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ, അതിൻ്റെ സ്വാധീനതകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. പക്ഷെ ഒരു കുഴപ്പമുള്ളത്, ഈ ഗ്ലോറി റിലത്തിലേക്ക് നിങ്ങളെ എങ്ങനെ എൻട്രാകും? ന്യൂ കവനന്റിന്റെ വെളിപ്പാടാണ് നിങ്ങളെ ഗ്ലോറി റിലത്തിലേക്ക് എൻട്രാക്കുന്നത്. നിങ്ങൾക്ക് ഗ്ലോറി റിലത്തിൽ ജീവിക്കാം. ക്രിയേറ്റീവ് മിറക്കിളുകൾ തുറക്കുന്ന, അസാധാരണ ദൈവപ്രവർത്തികൾ തുറക്കുന്ന, സൂപ്പർ നാച്ചുറൽ റിലത്തിൽ ജീവിക്കുന്ന, കിങ്ഡം മൈൻഡിൽ ജീവിക്കുന്ന, കിങ്ഡം കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭരണഘടനയിൽ ജീവിക്കുന്ന, കിങ്ഡം ഫൈനാൻസ് തുറക്കുന്ന, ദൈവരാജ്യത്തിന്റെ മഹിമയ്ക്കകത്ത് ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ അകത്ത് ന്യൂ കവനന്റിന്റെ റെവലേഷൻ കയറണം. ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവ് ഇതിനകത്ത് നിങ്ങളുടെ അകത്ത് അത് തുറക്കും, യാതൊരു സംശയമില്ല. ഞാൻ ഇതിനെ സംബന്ധിച്ച് അത്യാവശ്യം പഠിക്കാൻ കഴിയുന്ന തലത്തിലൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം എന്നെ കൊണ്ട് പറ്റുന്നത് അത്യാവശ്യം ഞാൻ വിശകലനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാനൊരു പുസ്തകത്തിൽ കണ്ടത്, ഒരു ദേവദാസൻ പറയുകയാണ്, ഇത് നമ്മൾ എത്ര പഠിപ്പിച്ചാലും എത്ര പഠിച്ചാലും നമ്മുടെ തലയിൽ കയറുകയില്ല. ഒറ്റ കാര്യം, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തൊരു പ്രകാശനം തരും. ആ പ്രകാശനത്താൽ മാത്രമേ ഇത് നിങ്ങളുടെ അകത്ത് കയറുകയുള്ളൂ. ഇവിടെ മഹാപണ്ഡിതന്മാരുണ്ട്, നന്നായിട്ട് അറിവുള്ളവർ, ഭാഷാ നൈപുണ്യമുള്ളവരുണ്ട്. പക്ഷേ അവർക്ക് ആർക്കും തുറന്നു കൊടുക്കാത്തത് ഈ തലമുറയിൽ കർത്താവ് നിങ്ങൾക്ക് തുറന്നു തരുവാൻ വിശ്വസ്തനാണ്. നിങ്ങൾ ചിലർ അതിലേക്ക് എൻ്റർ ആകുന്ന ഒരു സീസൺ തുറക്കുക. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഞാൻ ഈ ഫ്ലയർ 30-ാം തീയതി ഏബലിനെ കൊണ്ട്
30-ാം തീയതിത്തെ ഡേറ്റ് ഞാൻ അടുപ്പിച്ച് വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ച വെള്ളിയാഴ്ച ഞാനത് തുടങ്ങാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്തതാണ്. ഇന്ന് രാവിലെ നമ്മുടെ നിരഞ്ജന സിസ്റ്റർ എനിക്കൊരു മെസ്സേജ് ഇട്ടിരിക്കുകയാണ്. കർത്താവ് സിസ്റ്ററെ ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിക്കുന്നു. ഞാൻ സ്വപ്നത്തിൽ ചെന്ന് കൈവച്ച് പ്രാർത്ഥിച്ചവരെ ശുശ്രൂഷയ്ക്ക് സുവിശേഷ വേലയ്ക്കായിട്ട് വേർതിരിക്കുന്ന ഒരു സ്വപ്നം ദൈവാത്മ തന്നെ കാണിച്ചു കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇനി ഇത് പഠിപ്പിക്കാതിരിക്കാൻ പറ്റുകയില്ല. ഇനി ഇത് വയ്യെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ നിലത്തിട്ട് ഉരുട്ടി പിഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ പഠിപ്പിക്കാൻ കയറിയിരിക്കുന്നത്. ഇപ്പം ലിൻഡോനോട് ചോദിച്ചാൽ അറിയാം, ഇവിടെ 2-3 പേരുണ്ടായിരുന്നു. എന്നെ ഹോളിനകത്തിട്ട് ഉരുട്ടി തിരുമ്മി പിഴിഞ്ഞ് ചൂടുവെള്ളത്തിൽ മുക്കി കുളിച്ച് തൈലത്തിൽ കുളിപ്പിച്ചെടുത്തിട്ട് ഞാൻ വന്ന് പ്രസംഗിക്കാതിരിക്കണം കേട്ടോ. എനിക്ക് അത്യാവശ്യം നല്ല വേദനയുണ്ട് പുറത്ത്. പക്ഷേ എൻ്റെ അകത്ത് ഇതിനപ്പുറം ദൈവാത്മാവ് ഇതിനകത്ത് ചിലരുടെ അകത്ത് ഇത് തുറന്നു കൊടുത്താൽ ഈ വേദനയൊക്കെ മാറുന്നേ. അവർ കൂടെ കർത്താവ് 1000-ങ്ങളെ 10,000-ങ്ങളെ ലക്ഷങ്ങളെ ദൈവരാജ്യത്തിന് വേണ്ടി നേടും. ഓക്കെ, ഞാനപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരികയാണ്. അപ്പം ആദ്യം നിങ്ങൾ അറിയേണ്ടത് പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷ, ന്യൂ കവനന്റ് മിനിസ്ട്രിയുടെ ശുശ്രൂഷ എന്നൊന്നുണ്ടെങ്കിൽ പഴയതൊന്നുണ്ട്. സത്യത്തിൽ ഞാൻ പറയാം, പല ശുശ്രൂഷകളും പഴയതുമല്ല പുതിയതുമല്ല, ഏതാണ്ടൊരു വാട്ടപ്പരുവത്തിലായിട്ടുള്ളതാണ്. എന്നോട് പിണങ്ങരുത് കേട്ടോ, ആരും പിണങ്ങൊന്നും ചെയ്യരുത്. ഞാൻ ആരെയും കുറ്റം പറഞ്ഞതല്ല, ഒരു സത്യത്തിലേക്ക് എല്ലാവരെയും എത്തിക്കാൻ വേണ്ടി ഞാനിത് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ ഒന്നും കൂടെ പറയാം, ന്യൂ കവനന്റ് മിനിസ്ട്രി അല്ല ചെയ്യുന്നതെങ്കിൽ പിന്നെ ഏത് മിനിസ്ട്രിയാ ചെയ്യുന്നേ ആർക്കറിയാം? അതുകൊണ്ട് കർത്താവ് മത്തായി പറഞ്ഞേ, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിങ്ങൾ എൻ്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, നിങ്ങൾ എൻ്റെ നാമത്തിൽ പ്രവചിച്ചു, ഞാൻ നിങ്ങളെ ഒരു നാൾ അറിഞ്ഞിട്ടില്ലെന്ന് പറയും. അപ്പൊ ശുശ്രൂഷയല്ല കേട്ടോ മക്കളെ ഇവിടെ നോക്കേണ്ടത്. നിങ്ങൾ പുറത്തു വരുന്ന പ്രദർശനങ്ങളല്ല നോക്കേണ്ടത്, ഏതിൻ്റെ വെളിപ്പാടിലാണ് ശുശ്രൂഷിക്കുന്നത് എന്നതുകൂടെ നിങ്ങൾ വിശകലനം ചെയ്യണം എന്ന ഒരു കാര്യം കൂടെ ഞാൻ ആ ഭാഗത്ത് ഓർപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറയാതെ എനിക്കിത് ഇതിനകത്ത് കയറാൻ പറ്റുകയില്ല. ഞാൻ പ്രവാചകന്മാരെ വിശ്വസിക്കുന്നു. എനിക്ക് നല്ല ഇഷ്ടമുള്ള കുറേ പ്രവാചകന്മാരുണ്ട്. അത് എനിക്ക് പ്രവചനം കേൾക്കാനല്ല, ഞാൻ അങ്ങനെ അധികം ആരുടെ അടുത്തും പ്രവചനം കേൾക്കാൻ വേണ്ടി പ്രാർത്ഥിപ്പിച്ചിട്ടില്ല. അപൂർവ സന്ദർഭങ്ങളിലാണ് ഞാൻ പ്രാർത്ഥിപ്പിക്കുക പോലും ചെയ്തിട്ടുള്ളത്. എനിക്ക് വളരെ ഇഷ്ടമുള്ള പ്രവാചകന്മാരുണ്ട്. എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഹലോ, പിണങ്ങുമോ നിങ്ങൾ? പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം, നിങ്ങൾ ആരും പ്രവാചക അഡിക്ഷനുള്ളവരായി മാറരുത്. പെട്ടെന്നൊരവസ്ഥ വന്നു ഒന്ന് വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു, നല്ല കാര്യം, അതിനൊന്നും ഞാൻ തെറ്റ് പറയുന്നില്ല. നമ്മുടെ ഇടയിൽ പ്രവാചകന്മാരായ ഞാൻ ബിജി ബ്രദറിനെ എപ്പോഴും വിളിക്കുന്ന ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ബിജി ബ്രദറിൻ്റെ ശുശ്രൂഷ. നമ്മുടെ ഹേമ സിസ്റ്ററുടെ ഭർത്താവ് ഗ്രേമ സിസ്റ്റർ ഞാൻ പെട്ടെന്ന് ആഡ് ആകുന്ന കണ്ടിരുന്നു, പക്ഷേ വീഡിയോ ഓഫാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെ നമ്മുടെ ഇടയിൽ നമുക്ക് ബോധ്യമുള്ള ശുശ്രൂഷകന്മാർ നമ്മുടെ ഇടയിലുണ്ട്. അതെന്താ ഇങ്ങനെ മാറി മാറി എൻ്റെ കളർ പിടിക്കുന്നത്? ഓക്കെ. അപ്പം ഞാനൊരു കാര്യം ഓർപ്പിക്കുന്നത്, നിങ്ങളെല്ലാം ന്യൂ കവനന്റിൻ്റെ മിനിസ്റ്റേഴ്സായി മാറണം. ഒരാമേനെങ്കിലും പറ. ഇതിനകത്ത് ആശ്വാസമൊന്നുമില്ല. ഈ ക്ലാസ്സിനകത്ത് ഒരു ആശ്വാസം ലാസ്റ്റ് കിട്ടിയിട്ട് രാമ്യം പറയാമെന്നുള്ളതിനെ ഒന്നും ആശ്വാസമൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. നമ്മൾ വചനത്തിൻ്റെ വെളിപ്പാടുകൾ പഠിക്കാൻ പോവുകയാണ്. അപ്പം ഇതിനകത്ത് നിങ്ങൾ ന്യൂ കവനന്റ് മിനിസ്ട്രിയിൽ വളർന്നാൽ നിങ്ങളുടെ അകത്തൊരു പ്രവാചക ഓഫീസ് തുറക്കും. നിങ്ങളുടെ അകത്ത് പ്രവാചക കൃപാവരങ്ങൾ തുറക്കും. 5 വിധ ഓഫീസുകൾ നിങ്ങളുടെ അകത്ത് തുറക്കും. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അപ്പം ആദ്യം നമുക്ക് ന്യൂ കവനന്റിന്റെ മിനിസ്റ്റേഴ്സ് ആകണമെങ്കിൽ പുതിയ ഉടമ്പടി എന്താണെന്നറിയണം. ന്യൂ കവനന്റ് എന്താണെന്നറിയണം. ഞാൻ ഇതിനു മുമ്പെടുത്ത ക്ലാസ്സിനകത്ത് നിങ്ങൾ അന്ന് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് എത്ര ഉടമ്പടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 5 ഉടമ്പടി. മെമി ചേച്ചി കൃപ, ഇനി കർത്താവ് വന്നാൽ എനിക്ക് സന്തോഷം. ഒരാളെങ്കിലും അത് ഓർത്ത് പറഞ്ഞല്ലോ, കൃപ. ഏതൊക്കെയാന്ന് ഓർമ്മയുണ്ടോ മെമി ചേച്ചി? നോഹൈക ഉടമ്പടി, മോശൈക ഉടമ്പടി, അബ്രഹാമി ഉടമ്പടി, ദാവീദ് ഉടമ്പടി, പുതിയ ഉടമ്പടി. എന്റെ കർത്താവേ, ഇത് എവിടെയായിരുന്നു? ഇത്രയും ഒരു സമാധാനം എന്റെ അകത്ത്. 2 പ്രാവശ്യം ക്ലാസ് കേട്ടതാ. 2 പ്രാവശ്യത്തെ ഞാൻ കേട്ടതാ. 2 പ്രാവശ്യത്തെ ക്ലാസ് കേട്ടത് കൊണ്ട് അത് അകത്തങ്ങ് പതിഞ്ഞു. കൃപ. എന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസം ബൈബിൾ ഒന്നുകൂടെ പരിശോധിച്ചപ്പം ഒരു വാക്ക് കൂടെ ഞാൻ കണ്ടിരുന്നു. അത് ഞാൻ ആ വാക്യം ഞാനിപ്പോൾ ഇന്ന്
നോക്കാതെയാണ് എടുത്തത്. അല്ല, ഇന്ന് ഞാൻ ഇത് തുറന്നു വന്നത് ഹോശയുടെ പുസ്തകത്തിൽ. ലിൻസിക്ക് വാക്യം ഓർമ്മയുണ്ടോ? ദാവീദിനോട് ചെയ്ത ഒരു ഉടമ്പടിയെക്കുറിച്ച്, ആദാമിനോട് ചെയ്ത ഒരു ഉടമ്പടിയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ വാക്യം? ആദാമിനോട് ചെയ്ത ഉടമ്പടിയിലേക്ക് കിട്ടി. ഹോശയുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. ഹോശയുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിച്ചു. 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. എന്നാൽ അവർ ആദാം എന്ന പോലെ നിയമത്തെ ലംഘിച്ചു, അവിടെ അവർ എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു. മതി. എന്നാൽ അവർ ആദാം എന്ന പോലെ നിയമത്തെ ലംഘിച്ചു. അവിടെ ഈ നിയമം എന്ന് ഈ മലയാളത്തിൽ ഒരു പ്രശ്നം ഉണ്ടായത്, ഉടമ്പടിക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ നിയമം എന്ന് പരിഭാഷപ്പെടുത്തി. കൽപ്പനകളെ നിയമമെന്ന ലോയെ പരിഭാഷപ്പെടുത്തിയപ്പോൾ നിയമമെന്ന് പരിഭാഷപ്പെടുത്തി. മരണപത്രത്തെ പരിഭാഷപ്പെടുത്തിയപ്പോൾ, വില്ലിനെ പരിഭാഷപ്പെടുത്തിയപ്പോഴും നിയമമെന്ന് പരിഭാഷപ്പെടുത്തി. അപ്പം മലയാളത്തിൽ നിയമമെന്ന് കാണുന്നത് ഇംഗ്ലീഷിൽ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ തപ്പുക തന്നെ ചെയ്യണം. എപ്പോൾ പറഞ്ഞ കാര്യം മനസ്സിലായോ? മലയാളത്തിൽ നിയമമെന്ന് കാണുന്നതിന് 3 അർത്ഥം ഞാനിപ്പോൾ പറഞ്ഞു തന്നു. ഒന്ന്, കൽപ്പനകളെ നിയമമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2, ഉടമ്പടികളെ നിയമമെന്ന് പറഞ്ഞിട്ടുണ്ട്. 3, വിൽപത്രത്തെ നിയമമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിയമങ്ങളിടത്ത് നിയമകർത്താവിൻ്റെ മരണം തെളിവാൻ ആവശ്യം. ആ വാക്യം കിടക്കുന്ന എബ്രായ ലേഖനം 9-ാം അധ്യായത്തിലാണ്. അപ്പൊ അവിടെ പറയുന്ന നിയമം എന്ന് പറയുന്നത് കൽപ്പനയുമല്ല, ഉടമ്പടിയുമല്ല. അവിടെ പറയുന്നത് നിയമം എന്ന് പറയുന്നത് വിൽപത്രമാണ്, മരണപത്രമാണ്. നിങ്ങൾ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നവർ കഴിയുന്നത് അത് ഓഫ് ഓൺ ചെയ്യാതിരുന്നാൽ നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു. പറ്റുന്നവരൊക്കെ വീഡിയോ ഓൺ ചെയ്ത് വന്നാൽ നല്ലതാണ്. എങ്കിൽ എനിക്ക് ക്ലാസ് എടുക്കാനൊരു ആവേശം വരും. ഇന്നത്തെ എല്ലാ കാര്യം, ഇന്നിപ്പോൾ ഞാൻ എന്തായാലും 9 മണി വരെ എടുത്ത് 9:30 വരെ എടുത്ത് അവസാനിപ്പിക്കും. ഇത് ദിവസവും പരമാവധി എനിക്ക് ഒഴിവുള്ള ഒരു ദിവസം ഞാൻ മറ്റൊരു കാര്യം ചെയ്യാതിന് മുമ്പിൽ ഇരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരും. അപ്പം മിമി ചേച്ചി, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിപ്പിച്ച ക്ലാസ്സിൽ നിന്ന് നമ്മൾ ഉടമ്പടിയുടെ എണ്ണം 6 ആക്കുന്നു, 1 കൂട്ടുന്നു. ഇനിയും കൂടുമെന്ന് അറിയില്ല കേട്ടോ, ബൈബിൾ വായിച്ചു വരല്ലേ, ഇത് വലിയ പുസ്തകമല്ലേ, ഇതിനകത്ത് ഇനിയും ചിലപ്പോൾ ഉണ്ടാകാം. അപ്പോൾ ആദാമിനോടുള്ള ഉടമ്പടി, അപ്പോൾ ആദാമിനുള്ള ഉടമ്പടി കാണുന്നത് എവിടെയാ? ഹോശയുടെ പുസ്തകത്തിലാണ്. അപ്പോൾ ആദാമ്യ ഉടമ്പടി, ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവർ, നോട്ട് എഴുതാത്തവർ ഇത് എഴുതി വെച്ചോ കേട്ടോ, എഴുതണമെന്നും പഠിക്കണമെന്നും ആഗ്രഹമുള്ളവർ. ആദാമ്യ ഉടമ്പടി. 2, നോഹൈക ഉടമ്പടി. 3, അബ്രഹാമി ഉടമ്പടി. 4, മോശൈക ഉടമ്പടി. 5 ദാവീദ് ഉടമ്പടി. 6 പുതിയ ഉടമ്പടി. 6 ഉടമ്പടികളാണ് പ്രധാനമായത് ദൈവം മനുഷ്യനോട് ചെയ്തത് നമ്മൾ ബൈബിളിൽ കാണുന്നത്. അതിൽ നാം ഇപ്പോൾ ജീവിക്കുന്നത് പുതിയ ഉടമ്പടിയുടെ വെളിപ്പാടിലാണ്. നമ്മളിപ്പോൾ ജീവിക്കുന്നത് പുതിയ ഉടമ്പടിയിലാണ്. നമ്മൾ ഏതെല്ലാം ജീവിക്കുന്നത്? പുതിയ ഉടമ്പടിയിൽ നമ്മൾ ജീവിക്കുകയാണ്. ഇതിനകത്ത് 1-ാമത്തെ ഉടമ്പടി ദൈവം ചെയ്തത് ആദാമിനോടാണ്. 2-ാമത്തെ ഉടമ്പടി ദൈവം ചെയ്തത് നോഹയോടാണ്. 3-ാമത്തെ ഉടമ്പടി ദൈവം ചെയ്തത് അബ്രഹാമിനോടാണ്. 4-ാമത്തെ ഉടമ്പടി മോശ മുഖാന്തരം ഇസ്രായേൽ ഗ്രഹത്തോടാണ്. ശ്രദ്ധിക്കണം, മോശ മുഖാന്തരം ഇസ്രായേൽ ഗ്രഹത്തോടാണ്. 5-ാമത്തെ ഉടമ്പടി ദൈവം ചെയ്തത് ദാവീദിനോടാണ്. 6-ാമത്തെ ഉടമ്പടി, പുതിയ ഉടമ്പടി ദൈവം ചെയ്തത് ആരോടാണെന്ന് പറഞ്ഞാലോ ഒരാള്? ഇസ്രായേൽ ഗ്രഹത്തോട്. എന്റെ കർത്താവേ, ഒന്നിങ്ങി നാട്ടി വരുമ്പം, അല്ലെങ്കിൽ ഞാൻ അവിടെ വരുമ്പം, ഞാൻ ഇന്നും UK സ്വപ്നം കണ്ടു. ഞാൻ മെമി ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ സമ്മാനം തരുന്നുണ്ട് കേട്ടോ. കർത്താവേ കൃപ. ഇവിടെ അതെന്താ ആൽബി മാത്യു നീ US ഇട്ടത്? ഓക്കെ മോനെ, നമ്മളോടല്ല കേട്ടോ,
ആ ഞാൻ ഈ നമുക്കിപ്പോൾ UK US എന്ന് പറഞ്ഞപ്പോൾ UK കാര്യം പറഞ്ഞപ്പോൾ നീ US ഇട്ടപ്പോൾ ഞാൻ വെച്ചു. ഓക്കെ, അപ്പം എന്താ ഞാൻ പറഞ്ഞു വന്നേ, എന്താ പറഞ്ഞ ലാസ്റ്റ് മെമ്പറാ? ഇവിടെ ഒരു കുഴപ്പമുള്ളത്, പുതിയ ഉടമ്പടി നമ്മോടാണെന്നൊരു ചിന്ത നമ്മുടെ അകത്ത് കിടക്കുന്നുണ്ട്. അറിയാതെ ദൈവമക്കളുടെ ഇടയിൽ കിടക്കുന്നു. നമ്മൾ ചില പ്രസംഗങ്ങൾ നമുക്ക് ദൈവത്തോട് ഉടമ്പടി ചെയ്യണം അങ്ങനെ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ? ഹലോ, കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. നമുക്ക് ദൈവത്തോട് ഉടമ്പടി ചെയ്യാം, ദൈവം നിങ്ങളോട് ഉടമ്പടി ചെയ്യാൻ ഇറങ്ങി വരട്ടെ. ഇത് ചെറിയ കാര്യമൊന്നുമല്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ അറിയുക, നിങ്ങൾ ന്യൂ കവനന്റിന്റെ മക്കളാണ്. ദൈവം പുതിയ ഉടമ്പടി ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ ഗ്രഹത്തോടാണ്. ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് പുതിയ ഉടമ്പടി ചെയ്യുന്ന കാലം വരും. വായിച്ചിട്ടുണ്ടോ? അങ്ങനെ വായിച്ചിട്ടുണ്ടോ? യെഹെസ്കേലിന്റെ പുസ്തകത്തില്, യിരെമ്യാവിന്റെ പുസ്തകത്തിൽ പറഞ്ഞ ഇസ്രായേൽ ഗ്രഹത്തോട് ഞാൻ പുതിയ ഉടമ്പടി ചെയ്യുമെന്ന് പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തിയാണ് യേശുക്രിസ്തുവിൽ വെളിപ്പെട്ടത്. അത് എബ്രായ ലേഖനം 8-ാം അധ്യായം 9-ാം അധ്യായം 10-ാം അധ്യായത്തിൽ അങ്ങനെ തന്നെ എടുത്തെഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഉടമ്പടിയുടെ പഠനം, ഉടമ്പടിയുടെ വെളിപ്പാട് കിട്ടാൻ എബ്രായ ലേഖനത്തിന്റെ പഠനം നല്ലതാണ്. 2 കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ ലേഖനം ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായി അറിവ് തരുന്നുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഓക്കെ, അപ്പൊ പുതിയ ഉടമ്പടി. അപ്പൊ നമ്മൾ പുതിയ ഉടമ്പടിയെ കുറിച്ച് പഠിക്കുമ്പോൾ എബ്രായ ലേഖനത്തിലാണ് ഏറ്റവും കൂടുതൽ പുതിയ ഉടമ്പടി എന്ന് പറയുന്നത്. അവിടെ പുതിയ ഉടമ്പടി എന്ന് പറയുമ്പോൾ പഴയ ഉടമ്പടി മാറിപ്പോയി എന്ന് പറയുന്നുണ്ട്. അത് ഏത് ഉടമ്പടിയാണെന്നൊന്ന് പറഞ്ഞേ. പഴയ ഉടമ്പടി മാറിപ്പോയി, പഴയതിന്റെ അന്ത്യം, പഴയത് മാറിപ്പോയി. അത് ഏത് ഉടമ്പടിയാണ് നീങ്ങിപ്പോയത്? പുതിയ ഉടമ്പടി എന്ന് പറയുമ്പോൾ അവന്റെ പുറകിൽ നമ്മൾ പറഞ്ഞ ആകെ 6 ഉടമ്പടികൾ നമ്മൾ കണ്ടു. പഴയ ഉടമ്പടികൾ 5 എണ്ണം നിൽക്കുന്നു. ആ 5 ഉടമ്പടികൾ മാറിപ്പോയ ഉടമ്പടി ഏതാണ്? മോശയോട് ചെയ്ത ഉടമ്പടിയാണ് എബ്രായ ലേഖനത്തിൽ പഴയ ഉടമ്പടി എന്ന് പറയുന്നത്. ആ ഉടമ്പടി മാറിപ്പോയി. ആ ഉടമ്പടിയെ മാറ്റിക്കളഞ്ഞിട്ടാണ് ക്രിസ്തു മുഖാന്തരം പുതിയ ഉടമ്പടിയെ കൊണ്ടുവന്നത്. ആ ഉടമ്പടി പ്രഖ്യാപിച്ചത് പെസഹയുടെ അന്ന് രാത്രിയാണ്. ആ ഉടമ്പടി 2 ഉടമ്പടികളുടെ നിവർത്തിയാണ്. ഈ പറയുന്ന വാക്കുകളെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, ഇതെല്ലാം ഞാൻ പല പ്രാവശ്യം എടുത്ത കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം എന്താണ്? അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അപ്പൊ അവിടെ 2 പുത്രന്മാരെ കുറിച്ച് പറയുന്നു. അപ്പൊ ബാക്കി ആരെയും പുത്രന്മാരല്ലേ? എന്തുകൊണ്ടാണ് അവിടുന്ന് അപ്പുറത്ത് എത്രയോ പേരുടെ വംശാവലി പറയാനുണ്ട് കർത്താവിന്റെ പിന്തുടർച്ചയായിട്ട്? അവരാരെയും പേര് പറയാം, അവർ 2 പേരുടെ പേര് പറയാൻ കാരണം അബ്രഹാമിന്റെ സന്തതിയോടും ദാവീദിന്റെ സന്തതിയോടും ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ, ഉടമ്പടിയിലൂടെ പറഞ്ഞ വാഗ്ദത്തങ്ങൾ 2ഉം നിവർത്തിക്കപ്പെട്ടതാണ് യേശുക്രിസ്തുവിൽ. ഇപ്പൊ ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? അബ്രഹാമിനോട് ദൈവം ഒരു എവർലാസ്റ്റിംഗ് ഉടമ്പടി ചെയ്തോ? ഉണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇത് ഓൺലൈനിലാണ് ഞാൻ എടുക്കുന്നത്. കർത്താവേ കൃപ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം, ആദ്യം അവിടെ നിന്ന് പിടിക്കണം. ഈ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തില് ആണ് ദൈവം ആദ്യമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുന്ന ചരിത്രം നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം ഇപ്പോഴും യാഗമാണെന്ന് പഠിപ്പിക്കുന്ന ദൈവദാസന്മാരുണ്ട്. അബ്രഹാം യാഗം അർപ്പിച്ചു, എന്താ പറയുക, റാഞ്ചൽ പക്ഷി ഇറങ്ങി വന്നു, അതിനെ ആട്ടിക്കളഞ്ഞു, അത് ശാപം ഉണ്ടായി. ആരാമലിൽ ഇങ്ങനെ തൂങ്ങിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ റാഞ്ചൽ പക്ഷി ഇറങ്ങി വരും, ശാപം കിട്ടും, ആട്ടിവിടാനൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. അത് കേട്ട് സ്വോത്രം പറയാൻ നമ്മുടെ കുറെ ആൾക്കാരും. അബ്രഹാം എന്താ പറയുക, യാഗം അർപ്പിച്ചതല്ല, ഉൽപ്പത്തി 15 ഉടമ്പടിയാണ്. അപ്പൊ എന്താണ് ഉടമ്പടി എന്ന് നിങ്ങൾ അറിയണം. ഒന്ന് തലേക്ക് അനക്കി, എനിക്ക് ഇവിടെ ഉണ്ടെന്ന് അറിയാം കേട്ടോ. ഉൽപ്പത്തി പുസ്തകം എന്താണ് ഉടമ്പടി? ഉടമ്പടി എന്ന് പറഞ്ഞാൽ 2 വ്യക്തികൾ കൂടെ ചേർന്ന്
ഒരു കരാറിലേക്ക് എത്തുന്നതിനെയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ഉടമ്പടി 3 ടൈപ്പ് ഉണ്ട്. ഗ്രാൻഡ് കവനന്റ്, കിൻഷിപ്പ് കവനന്റ്, വാസൽ കവനന്റ്. 3 ടൈപ്പാണ് കവനന്റുകൾ. ഗ്രാൻഡ് കവനന്റ്, കിൻഷിപ്പ് കവനന്റ്, വാസൽ കവനന്റ്. ഇതൊക്കെ ബൈബിളിലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത് കേട്ടോ. പേരില്ല, പക്ഷെ ഈ ഉടമ്പടി നമുക്ക് കാണാം. ഗ്രാൻഡ് കവനന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഉയർന്നവൻ താഴെയുള്ള ഒരു വ്യക്തിക്ക്, അത് രാജാവ് ഒരു പടയാളിക്ക്, ആ പടയാളി യുദ്ധത്തിൽ പോയി ജയിച്ചു വന്നപ്പോ അവന് ഒരു പാരിതോഷികം കൊടുക്കുന്നു. ആ കൊടുക്കുന്ന പാരിതോഷകത്തെ അല്ലെങ്കിൽ രാജാവ് ഒരു പ്രഖ്യാപനം നടത്തി കൊടുക്കുന്ന ആ വാക്തത്വം കൊടുക്കുന്നതിന് രാജാവ് അവനോട് ചെയ്യുന്ന ഉടമ്പടിയാണ്, അവന് വേണ്ടി പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമാണ് ഗ്രാൻഡ് കവനന്റ് എന്ന് പറയുന്നത്. അതിനകത്ത് പടയാളിയുടെ ഒരു ഭാഗമില്ല. ഉയർന്നവൻ താഴ്ന്നവനോട് ചെയ്യുന്ന ഉടമ്പടിയാണ്. അതിനകത്ത് വാക്തത്വം മാത്രമാണുള്ളത്. എന്നാൽ കിൻഷിപ്പ് കവനന്റ് അതല്ല. കിൻഷിപ്പ് കവനന്റ് നമ്മൾ വിവാഹത്തിൽ ഉടമ്പടി, ഈ ഞാനിങ്ങനെ ഇത് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചർച്ചിലുള്ള, ഇനി ഞങ്ങളുടെ ചർച്ചെന്ന് പറയാം, നമ്മുടെ ചർച്ചിലുള്ള സഹോദരിമാർ പറഞ്ഞു, പാസ്റ്റർ ഞങ്ങൾ കല്യാണം കഴിച്ചപ്പോൾ വേറെ പശ്ചാത്തലത്തിലാണ് കഴിച്ചത്, ഞങ്ങൾക്ക് ഒന്നും കൂടെ കഴിക്കണം. അപ്പോൾ ഞാൻ ഇല്ല, നടക്കുകയല്ല. രണ്ടാമത് വേറെ നടത്താൻ പറ്റുകയല്ല, നിങ്ങളെ തന്നെ വേണമെങ്കിൽ ഒന്നും കൂടെ എന്ത് ചെയ്യാം, നല്ല ബിരിയാണിയും അത്യാവശ്യം ഒരു സ്തോത്ര കാഴ്ചയൊക്കെ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളെ തന്നെ ഒന്നും കൂടെ വേണമെങ്കിൽ കെട്ടിച്ചു വിടാം, ഒന്നും കൂടെ കെട്ടിക്കാം. അപ്പോൾ ഉടമ്പടി ഭാര്യയും ഭർത്താവും കൂടെ ഉടമ്പടിയുടെ വാചകം പറഞ്ഞ് ഉടമ്പടിയിലൂടെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് കിൻഷിപ്പ് കവനന്റ് ആണ്. തത്തുല്യമായ ഉത്തരവാദിത്വങ്ങളും തത്തുല്യമായ വാക്തത്വങ്ങളും ഉള്ളതാണ് കിൻഷിപ്പ് കവനന്റ്. വാസൽ കവനന്റ് അടിമകളെ അടിമകളായി പിടിച്ചുകൊണ്ടുവന്നവരോട് നിയമങ്ങൾ പറഞ്ഞ് ആ നിയമങ്ങൾ അനുസരിക്കുന്നവർക്ക് നൽകാമെന്ന് പറയുന്ന വാക്തത്വങ്ങളുള്ള കവനന്റിനെയാണ് വാസൽ കവനന്റ് എന്ന് പറയുന്നത്. കിട്ടിയോ? 3 കൂടെ കിട്ടിയോ? ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് പറഞ്ഞു നോക്കിയേ. 2 വട്ടം പഠിച്ചവരും 3 വട്ടം പഠിച്ചവരൊക്കെ ഉണ്ട്, ആദ്യം പഠിക്കുന്നവരുണ്ട്. ഒന്ന് പറഞ്ഞു നോക്കിയാൽ ആരെങ്കിലും ഒരാൾ 3 കവനന്റ് എന്ന് പറഞ്ഞു നോക്കിയാൽ അപ്പോൾ എല്ലാവരും അകത്ത് എഴുതിയെടുക്കുന്നുണ്ട് കുറേ പേര്. അപ്പോൾ അവർക്കത് വേണമെങ്കിൽ കിട്ടും. എന്നിട്ട് വേണം എനിക്ക് അടുത്തേക്ക് വരാനായിട്ട്. വേഗം പറഞ്ഞു. ഗ്രാൻഡ് കവനന്റ് ഉയർന്ന ആള് താഴ്ന്ന ആൾക്ക് കൊടുക്കുന്ന ഉടമ്പടി, വാക്തത്വം മാത്രം അതിലുള്ളത്. കിങ്ഷിപ്പില് വിവാഹ ജീവിതത്തിലേക്കുള്ള ഉടമ്പടി. അല്ല, അങ്ങനെ പറയരുത്. അങ്ങനെ ഞാൻ വിവാഹ ജീവിതം അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. തത്തുല്യമായ 2 പേര് ഏർപ്പെടുന്ന ഉടമ്പടിയാണ് കിങ്ഷിപ്പ്. ഞാൻ മനസ്സിലാക്കാനായിട്ടാണ് വിവാഹം പറഞ്ഞത്. ഓക്കെ, തത്തുല്യമായ 2 വ്യക്തികൾ. ഇപ്പൊ ഞാനും ഡോക്ടർ റീന സിസ്റ്ററും കൂടെ ഒരു ഉടമ്പടിയിലേക്ക് വരികയാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ കണ്ടമാനം പൈസ ഇരിക്കുകയാണ്. കിങ്ഡം ഫൈനാൻസ് ഓപ്പൺ ആണ് എൻ്റെ കയ്യിൽ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടുത്തമില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ ചോദിച്ചപ്പം നിങ്ങൾക്ക് മുഖത്തൊരു സന്തോഷം പോലും ഇല്ല. കർത്താവേ, ഞാനൊരു ഉദാഹരണം പറയുന്നതാ. അപ്പോൾ റീന സിസ്റ്റർ ആണെങ്കിൽ ഡോക്ടറാണ്. തനിക്ക് ഡോക്ടർമാരൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു ഒരു ക്ലിനിക്ക് നമുക്കിടാം, ഒരു ഹോസ്പിറ്റൽ ഇടാം, നമുക്ക് കിട്ടുന്ന ലാഭത്തിൽ പകുതി എനിക്ക് തരണം. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ ചേർന്ന് എൻ്റെ സമ്പത്തും ആളുടെ പ്രൊഫഷനും വെച്ചുകൊണ്ട് ഞങ്ങൾ തമ്മിലൊരു കരാറിലെത്തി ഒരു വാക്തത്വം മുൻപിൽ വെച്ച് തുടങ്ങുന്ന ഉടമ്പടിയാണ് കിങ്ഷിപ്പ് കവനന്റ്. തത്തുല്യരായ 2 പേർ തുടങ്ങുന്ന കവനന്റ്. ഓക്കെ, ദാവീദും യോനാഥാനും തമ്മിൽ വന്നത് കിങ്ഷിപ്പ് കവനന്റ് ആണ്. ഓക്കെ, മനസ്സിലായോ? റീന ഡോക്ടർ മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ, അടുത്ത 2ാമത്തെ കവനന്റ്. 3ാമത്തെ കവനന്റ് പറഞ്ഞേ. വാസൽ കവനന്റ് അത് ആരോടാണ്? അടിമകളോട്. അടിമകളായി പിടിച്ചുകൊണ്ടുവന്നവരോട് ഉടമ പറയുന്ന നിയമങ്ങളും ആ നിയമം അനുസരിക്കുന്നവർക്ക് കൊടുക്കുന്ന വാക്തത്വങ്ങളും പറയുന്നതാണ് വാസൽ കവനന്റ്. ഇത് 3 ബൈബിളിലുണ്ട് കേട്ടോ. ഇത് 3 ബൈബിളിലുണ്ട്. ഇനി ഇത് പറയാൻ കാരണം എന്താ അറിയാമോ? കുറേ ആൾക്കാരുടെ ചിന്ത ഇപ്പോഴും ഞങ്ങൾ അടിമകളാണെന്നാണ്, ഞങ്ങൾ ദാസന്മാരാണെന്നുള്ളതാണ്. ദാസന്മാരാണെന്ന് ചിന്തിക്കുന്നവരിൽ ഒരിക്കലും ഗ്രാൻഡ് കവനന്റിന്റെ പ്രോഫിറ്റുകൾ തുറക്കില്ല. കേൾക്കുന്നുണ്ടോ? നിങ്ങളിപ്പോൾ ക്രിസ്തുവിൽ ദാസന്മാരല്ല. നിങ്ങളെ വിളിച്ച വിളി നിമിത്തം, നിങ്ങളുടെ മേൽ തുറന്ന മഹിമ നിമിത്തം നിങ്ങൾ അവന്റെ ദാസന്മാരെന്ന മനോഭാവത്തിലേക്ക് വരാം. പക്ഷേ നിങ്ങളെ അവൻ വിളിച്ചിരിക്കുന്നത്
ദാസന്മാരായിട്ടല്ല, നിങ്ങളെ അവൻ വിളിച്ചിരിക്കുന്നത് പുത്രന്മാരായിട്ടാണ്. പുത്രത്വത്തിന്റെ മൈൻഡാണ് നിങ്ങളുടെ അകത്തുണ്ടാകേണ്ടത്. വരട്ടെ, അവിടെ നിൽക്കട്ടെ, ഞാൻ ദൂതയിലേക്ക് പോകുന്നില്ല, ഇപ്പം നമുക്ക് പിന്നെ പുറകെ പോകാം. അപ്പം ഇപ്പൊ ഞാൻ 3 കവനിനെ കുറിച്ച്, ഈ 3 ദൈവം ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്തത് ബൈബിളിൽ നമുക്ക് കാണാം. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി ഈ 3-ൽ ഏതാണ്? കൃപ. അതാരാ പറഞ്ഞേ? ഞാനിനി ക്ലാസ് എടുക്കുന്നില്ല, ഞാൻ പുതിയ ക്ലാസ്സിലേക്ക് പോവുക, എബ്രായ ലേഖനത്തിലേക്ക് പോവുക. ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാം അറിയാലോ. ആരാ പറഞ്ഞത്? ബോബി സിസ്റ്റർ ആണ് പറഞ്ഞത്, കൃപ. അപ്പൊ ഇത് നിങ്ങൾ വെൽ തറോടായി, നിങ്ങളുടെ അകത്ത് നന്നായിട്ട് പതിഞ്ഞു കർത്താവിന്റെ കൃപ. അപ്പൊ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ സർവശക്തനായ യഹോവയാം ദൈവം ഇറങ്ങി വന്ന് അബ്രഹാമോട് പറയുന്നു, ഞാൻ നിനക്കൊരു സന്തതിയെ തരും, ഞാൻ നിനക്ക് ഈ ദേശം തരും. ദൈവം ഒരു ഉടമ്പടി ചെയ്യുന്നു. ഓക്കെ, ഇനി അപ്പൊ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ നല്ലത്. ഞാൻ എന്തിനാ വെറുതെ ഇത്രയും പറഞ്ഞ് കഷ്ടപ്പെടുന്നതിന്? അന്ന് അടുത്ത ആളിപ്പോ പറയും. ഇനിയിപ്പം അടുത്ത ആൾ എങ്ങനെയാണ് പഴയ നിയമചരിത്രത്തിൽ ഒരു കവനന്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് കവനന്റ് ചെയ്യുമ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പഠിപ്പിച്ചിരുന്നു. കവനന്റ് ചെയ്ത വ്യക്തി അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ, കവനന്റിൽ പറഞ്ഞ ഉടമ്പടി നിവർത്തിച്ചില്ലെങ്കിൽ ആ വ്യക്തി എന്തു ചെയ്യും? ഇത് രണ്ടും കൂടെ ചേർന്നതാണ്. ഒരാളുമായി കൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു. രണ്ട് വ്യക്തികൾ തമ്മിൽ ഉടമ്പടി ചെയ്യുമ്പോൾ അവര് രക്തമൊഴിച്ച് മീലുണ്ട്, അത് തന്നെ രക്തമൊഴിച്ച് ഉടമ്പടി ചെയ്യും. അത് രണ്ടുപേരും ഭക്ഷിക്കണം. ഒരാൾ തെറ്റിച്ചാൽ മറ്റേ കൊല്ലാനുള്ള അധികാരമുണ്ട്. തെളിഞ്ഞു വരുന്നുണ്ട്. ഒന്നും കൂടെ ആർക്കെങ്കിലും തിരുത്തി പറയാനുണ്ടോ, കയറ്റി പറയാനുണ്ടോ, കൂട്ടി പറയാനുണ്ടോ? മൃഗത്തെ രണ്ടായി പുലർത്തി അതിന്റെ നടുക്കൂടെ കവനിൽ ചെയ്ത ആള് നടക്കും. അത് നിവർത്തീകരിച്ചില്ലെങ്കിൽ അതുപോലെ തീരും എന്നുള്ളത്. ഈ പിടിച്ചതിനൊക്കെ വലുതാണ് അളയിലുള്ളതെന്ന് പറഞ്ഞ പോലെ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നതൊക്കെ വലുതാണ് വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നവരൊക്കെ. ഈ ബോബി സിസ്റ്റർ ഞങ്ങൾക്ക് കാണാനില്ല, പക്ഷെ വലുത് അവിടെ നിന്ന് വരുന്നുണ്ടല്ലോ ബോബി സിസ്റ്റർ. അപ്പം ഇത് രണ്ടും കൂടെ ചേർന്നാണ് കേട്ടോ. ബോബി സിസ്റ്റർ പറഞ്ഞത്, മെമി ചേച്ചി പറഞ്ഞത് രണ്ടും കൂടെ ചേർന്നാണേ. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടുപേര് തമ്മിൽ കവനന്റിലേക്ക് വരുമ്പോൾ ആ കാലഘട്ടങ്ങളിൽ അവർ ചെയ്യുന്നത്, നമുക്കിതിനെക്കുറിച്ച് ഒരു പിടുത്തമില്ല. നമ്മുടെ കാര്യം നമ്മുടെ നാട്ടിലങ്ങനെ മൃഗത്തെ നമ്മൾ ഈ പ്ലേറ്റിനകത്തേക്ക് വരുത്താൻ വേണ്ടി ഇവനെ കൊല്ലുക എന്നല്ലാതെ നമുക്ക് ഉടമ്പടിയുള്ള ബന്ധത്തിൽ ഇങ്ങനെ ഒന്ന് ചെയ്യുന്ന പരിപാടി നമുക്ക് ചിന്തയിലില്ല. ശ്രദ്ധിക്കും നിങ്ങൾ, അവർ ഉടമ്പടി ചെയ്യുമ്പോൾ ഒരു മൃഗത്തെ കൊണ്ടുവന്ന് ആ മൃഗത്തെ നടുവിൽ പിളർക്കും. ഇനി ഇത് ആര് ചോദിച്ചാലും പറയണം കേട്ടോ. 40 പേരുണ്ട്, ഈ 40 പേരും ഇത് അറിഞ്ഞിരിക്കണം, എങ്കിലും നിങ്ങൾക്ക് പുതിയ ഉടമ്പടി പോകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ അകത്ത് പുതിയ ഉടമ്പടി കയറാനാണ് ഞാനിത് പറഞ്ഞു വരുന്നത്. നാളെ അങ്ങോട്ട് കയറും നമ്മൾ. അപ്പം ഉടമ്പടി ചെയ്യുമ്പോൾ ഒരു മൃഗത്തെ പിളർത്തി വെച്ചിട്ട് ആ പിളർത്തിയ മൃഗത്തിൻ്റെ നടുവിലൂടെ 2 വ്യക്തികൾ നടന്നു പോകുന്നതുണ്ട്, ഒരു വ്യക്തി നടന്നു പോകുന്നതുണ്ട്. ഉയർന്നവൻ താഴ്ന്നവനോടാണ് ചെയ്യുന്നതെങ്കിൽ ഉയർന്നവൻ ആ ഒരു വ്യക്തി പോയാൽ മതി. എന്നാൽ 2 തത്തുല്യരായവരാണ് പോകുന്നതെങ്കിൽ അവർ 2 പേരും പോകണം. അപ്പോൾ ദൈവം അബ്രഹാമോട് എപ്പോഴാണ് ദൈവം അബ്രഹാമിനോട് മൃഗത്തെ കൊണ്ടുവരാൻ പറഞ്ഞേ കേൾക്കട്ടെ, അങ്ങനെ പോട്ടെ. അപ്പോൾ എനിക്കൊരു ആശ്വാസമുണ്ട്, ഞാനീ പ്രസംഗിച്ച് പോകുന്നതിനേക്കാൾ. എപ്പോഴാണ് ദൈവം അബ്രഹാമിനോട് മൃഗത്തെ കൊണ്ടുവരാൻ പറഞ്ഞത്? ഉൽപ്പത്തി 15 ഞാൻ ചോദിക്കുന്നത്. ഉൽപ്പത്തി 15 ഞാൻ ചോദിക്കുന്നത്. ഉൽപ്പത്തി 15-നകത്താണ് ദൈവം പറഞ്ഞത്. ദേശത്തെ അബ്രഹാമിന് അവകാശമാക്കി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ അത് വിശ്വസിക്കാതിരുന്നപ്പോൾ അതെന്തൊന്നിനാൽ അറിയാമെന്ന് ചോദിച്ചു. ഈ ബോബി സിസ്റ്റർ കാര്യമായിട്ട് പറയുന്നുണ്ടല്ലോ. ഈ ബോബി സിസ്റ്ററോട് വന്നിട്ടുള്ള ആളാണോ ലിൻസി? തൃശ്ശൂർ വന്നിട്ടുണ്ടോ? ഇല്ലല്ലേ? ഓക്കെ. അപ്പോൾ കണ്ടിട്ടില്ല, ഞാൻ ആളാരാന്ന് എനിക്കറിയില്ല, അതാണ് പ്രശ്നം. ഓക്കെ. അപ്പം ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ, അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം ദൈവം അബ്രഹാമോട് പറയുന്നു,
ഈ 14-ാം അധ്യായത്തിൽ യുദ്ധം കഴിഞ്ഞ് പേടിച്ചിരിക്കുക അബ്രഹാം, ഇനി തിരിച്ചവരങ്ങാനും യുദ്ധത്തിന് വരുമെന്ന്. തമ്പുരാൻ പറഞ്ഞു ഞാൻ നിനക്കൊരു മോനെ തരും. അപ്പോൾ അബ്രഹാം പറയുന്നുണ്ട് ഇനി എനിക്ക് എലയാസറെ മതി എന്ന് പറയുകയാണ്. അപ്പോൾ തമ്പുരാൻ പറഞ്ഞു ഇല്ല, ഞാൻ നിനക്കൊരു മോനെ തരും, ഞാൻ നിനക്കൊരു സന്തതി തരും. ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണിച്ച് ഭൂമിയിലെ പൊടിയെ കാണിച്ചിട്ട് പറഞ്ഞു, മണത്തിരിയെ കാണിച്ചപ്പോൾ ഇതുപോലെ സന്തതി തരും പറഞ്ഞു. ആമേ, പ്രൈസ് ദി ലോർഡ്. അവൻ ആമേൻ പറഞ്ഞു. പക്ഷെ എന്നിട്ട് തമ്പുരാൻ പറഞ്ഞു ഈ ദേശം ഞാൻ അവകാശമായി തരും നിന്റെ സന്തതിക്ക്. അത് പറഞ്ഞപ്പോൾ തമ്പുരാനോട് അബ്രഹാം ചോദിച്ചു അതെങ്ങനെ അറിയാൻ പറ്റും? സന്തതിയെ തരാനായിട്ട് എൻ്റെ ഭാര്യയുടെ വയറെ തൊട്ടാൽ മതി, ഉദരത്തെ തൊട്ടാൽ മതി, ഗർഭാശയത്തെ തൊട്ടാൽ മതി, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. 16-ാം അധ്യായത്തിലെ ഹാഗാറിൽ കൊച്ചുണ്ടാകുന്നത്. അപ്പോൾ 15-ാം അധ്യായത്തിൽ അബ്രഹാമിന് പ്രശ്നമില്ല. അപ്പോൾ കുടുംബത്തിലെ പകുതി വ്യക്തി അല്ലെങ്കിൽ ഹാഫ് പോർഷനിൽ ദൈവം ഇടപെട്ടാൽ മതി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പക്ഷേ ദേശം അവകാശമായി തരണമെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ദൈവം ഇറങ്ങി വന്നാൽ പോരാ, അത് മടക്കുന്ന കാര്യമല്ല. തമ്പുരാൻ അതെന്തോന്നില്ലാന്ന് അറിയാം. തമ്പുരാൻ പറഞ്ഞു ഉടൻ തന്നെ പറഞ്ഞു മോൻ പോയിട്ട് മൃഗത്തെ കൊണ്ടുവരാൻ പറഞ്ഞു. മൃഗത്തെ കൊണ്ടുവന്ന് അബ്രഹാം അതിനെ പിളർത്തി വെച്ചു. അതിൻ്റെ അർത്ഥം എന്താ? ആ കാലഘട്ടങ്ങളിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു ഉടമ്പടിയിലേക്ക് വരുമ്പോൾ, ഒരു കരാറിലേക്ക് വരുമ്പോൾ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് പറഞ്ഞ വാക്കുകൾ നിവർത്തിക്കുമെന്നതിന് അടയാളമായിട്ട് പറഞ്ഞ വ്യക്തി ഈ മൃഗത്തിൻ്റെ നടുവിലൂടെ, പിളർത്തി വെച്ച മൃഗത്തിൻ്റെ നടുവിലൂടെ കടന്നു പോയാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഞാൻ ഈ പറഞ്ഞ കാര്യം മുഴുവൻ നിവർത്തിച്ചിരിക്കും. നിവർത്തിച്ചില്ലെങ്കിൽ ഈ മൃഗത്തെ എങ്ങനെ പിളർത്തി വച്ചിരിക്കുന്നുവോ അതുപോലെ ഞാൻ പിളർക്കപ്പെട്ടിരിക്കും. ഇത് ദൈവം തീജ്വാല പോലെ, യഹോവയാം ദൈവം തീജ്വാല പോലെ ആ മൃഗത്തിന്റെ നടുവിലൂടെ കടന്നുപോയപ്പോൾ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. തീപ്പന്തം കണ്ടുകൊണ്ട് വിശ്വസിച്ചതാണോ? മൃഗത്തെ പിളർത്തി വെച്ചത് കണ്ടതുകൊണ്ട് വിശ്വസിച്ചതാണോ? അല്ല. പിളർക്കപ്പെട്ട മൃഗത്തിന്റെ നടുവിലൂടെ തീപ്പന്തം പോലെ യഹോവയാം ദൈവം കടന്നു പോയിട്ടുണ്ടെങ്കിൽ അബ്രഹാമേ, ഞാൻ പറഞ്ഞ ഒരു വാക്കിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റില്ല. അത് അബ്രഹാമിന്റെ അകത്ത് ഭയങ്കര വിശ്വാസമാവുകയാണ്. അതാൽ കവനന്റിന്റെ വെളിപ്പാട് നിങ്ങളുടെ വിശ്വാസത്തെ ഭയങ്കരമായിട്ട് ശക്തിപ്പെടുത്തും. ഒരാമേൻ എന്ന് പറഞ്ഞു, അവനൊരാമേൻ പറഞ്ഞു, അതിനൊരു നല്ലൊരാമേൻ പറഞ്ഞു. കവനന്റിന്റെ വെളിപ്പാട് നിങ്ങളുടെ വിശ്വാസത്തെ, നിങ്ങളോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ, ദൈവം നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, നിങ്ങളോട് സ്വപ്നത്തിലൂടെ സംസാരിച്ചിട്ടില്ലേ? നിങ്ങളോട് വചനത്തിന്റെ വെളിപ്പാടിലൂടെ സംസാരിച്ചിട്ടില്ലേ? പുതിയ നിയമത്തിന്റെ എത്രയെത്ര ഗ്ലോറി റിലങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരാമെന്ന് പറഞ്ഞിട്ടില്ലേ? ഇതെല്ലാം നിങ്ങൾക്ക് തുറന്നു വരുവാൻ ദൈവാത്മ പറഞ്ഞത് ലഭ്യമാകുമോ എന്നൊരു ചിന്ത നിങ്ങളുടെ അകത്ത് പൊന്തി വരുന്നുണ്ടെങ്കിൽ, സാഹചര്യം ഉയർത്തിക്കൊണ്ടുവരുന്ന ആ ചിന്തകളുടെ നടുവിൽ കവനന്റിന്റെ വെളിപ്പാടകത്ത് വന്നാൽ പരിശുദ്ധാത്മാവ് അത് അങ്ങനെ തന്നെ നിങ്ങളുടെ മേൽ തുറക്കുകയാണ്. കവനന്റിന്റെ വെളിപ്പാട് നിങ്ങളുടെ വിശ്വാസത്തെ ഹയറിലത്തിലേക്ക് വളർത്താൻ തുടങ്ങും. ആമേൻ. ഇനി നമ്മൾ ഒന്നുകൂടെ നമ്മൾ അവിടെ നിന്ന് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തു. അബ്രഹാം, നിന്റെ സന്തതിയെ ഞാൻ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. 50ഓളം അനുഗ്രഹങ്ങളാണ് അബ്രഹാമിന്റെ സന്തതിയുടെ മേൽ ദൈവം പറഞ്ഞിരിക്കുന്നത്. ആ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്ത സന്തതി ആരായിരുന്നു? ഒന്ന് പറഞ്ഞ് ആരെങ്കിലും മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. എന്നാ പിന്നെ എനിക്കൊന്ന് അപ്പൊ നിങ്ങൾക്ക് കവനന്റിന് ഭയങ്കര വെളിപ്പാട് കയറിയിട്ടുണ്ട്. സന്തതികൾ എന്ന അനേകരെ കുറിച്ചല്ല, സന്തതി എന്ന് ഏകനെ കുറിച്ച് അത്ര പറഞ്ഞിരിക്കുന്നത്. ആ സന്തതി ക്രിസ്തുവാണ്. ആമേൻ. ഇപ്പൊ രണ്ട് വ്യക്തികൾ ഒരു ഉടമ്പടിയിലേക്ക് വന്നാൽ, ഉടമ്പടിയിലേക്ക് രണ്ട് വ്യക്തികൾ വന്നാൽ, ഇപ്പം മെമിച്ചേച്ചിയാണല്ലോ കൂടുതൽ ഉത്തരം പറഞ്ഞു. അപ്പൊ ഞാനും മെമിച്ചേച്ചിയും കൊണ്ട് ഒരു ഉടമ്പടിയിലേക്ക് വരികയാണ്, കരാറിലേക്ക് വരികയാണ്, കവനന്റിലേക്ക് വരികയാണ്. കവനന്റിലേക്ക് വന്നാൽ മെമിച്ചേച്ചിയുടേത് എന്തേലും ഞാൻ എടുത്താൽ എൻ്റെ അത് പിന്നെ മെമിച്ചേച്ചിയുടെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഉടമ്പടിയിലേക്ക് രണ്ട് വ്യക്തികൾ വന്നാൽ അതിനകത്തൊരു വ്യക്തിയുടേത് മറ്റൊരു വ്യക്തി എടുത്താൽ രണ്ടാമത്തെ വ്യക്തിയുടെ ഒന്നാമത്തെ വ്യക്തിയുടേതായി മാറുകയാണ്. അപ്പൊ 15-ാം അധ്യായത്തിലാണ് ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്യുന്നത്. 22-ാം അധ്യായം വന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞു, നിന്റെ ഏകജാതനായ മകനെ, നീ സ്നേഹിക്കുന്ന ഏകജാതനായ മകനെ
മോറിയ മലയെ കൊണ്ട് യാഗം അർപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ ഉടമ്പടിയുടെ സന്തതിയായി ജനിച്ചവനാണ് ഇസഹാക്ക്. ആ ഇസഹാക്കിനെ തിരിച്ച് ദൈവത്തിന് യാഗമായി കൊടുക്കാൻ പറയുകയാണ്. അപ്പൊ ഒരു യാഗമൃഗത്തെ യാഗപീഠത്തിന് മേൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ആ വ്യക്തിയുടെ വല്ല, ആ യാഗപീഠത്തിന്മേൽ വെച്ച വസ്തു പിന്നെ ദൈവത്തിൻ്റെയാണ്. അബ്രഹാം തൻ്റെ മകനെ യാഗപീഠത്തിന്മേൽ വെച്ചാൽ പിന്നെ ആ വ്യക്തി ഇസഹാക്ക് പിന്നെ അബ്രഹാമിൻ്റെ അല്ല, ദൈവത്തിൻ്റെ ആണ്. ഇതാ യാഗം. ഹലോ, എൻ്റെ കൂടെ ഉണ്ടോ? ഈ യാഗം എന്ന് പറഞ്ഞാലേ നമ്മുടെ ചിന്ത ഞായറാഴ്ച ചർച്ചിൽ പോയി 4 പാട്ട് പാടി ബഹളം ഉണ്ടാക്കി അന്യഭാഷയൊക്കെ പറഞ്ഞ് ഓടിയിട്ട്, ഇതല്ല യാഗം. യാഗം എന്ന് പറഞ്ഞാൽ നമ്മെ അങ്ങനെ തന്നെ ദൈവത്തിന് കൊടുക്കുന്നതാണ്. നമ്മെ കൊടുത്താൽ അവനെ ഇങ്ങോട്ട് തരും. അതാ യാഗം. ഉടമ്പടിയുടെ വെളിപ്പാടിൽ നീ ദൈവത്തെ ആരാധിക്കുന്നവളാണെങ്കിൽ നിന്നിലേക്ക് കൈമാറ്റങ്ങൾ സംഭവിച്ചിരിക്കും. സ്തോത്രം. അപ്പൊ 22-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിന്റെ സന്തതിയായ ഇസ്ഹാക്കിന് യാഗപീഠത്തിന് വെക്കാൻ പറഞ്ഞു. തമ്പുരാൻ പറഞ്ഞു, നീ എന്നെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. നിന്റെ ഏകജാതനായ മകനെ എനിക്ക് തരുവാൻ മടിക്കായതുകൊണ്ട് നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഭയപ്പെടുന്നുവെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അടുത്ത വാക്ക്, ഞാൻ നിന്റെ സന്തതിയെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിനോട് പറഞ്ഞ ഈ വാഗ്ദത്തം നിവർത്തിക്കപ്പെട്ടത് ക്രിസ്തുവിലാണ്. നിവർത്തിക്കപ്പെട്ടത്. അർത്ഥാൽ അബ്രഹാമ്യ കവനന്റിന്റെ നിവർത്തി വെളിപ്പെട്ടത് യേശുവിന്റെ മരണ അടക്ക പുനരുദ്ധാനത്തിലാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു മനസ്സിലായെങ്കിൽ ഒരു ആമേൻ കരം ഉയർത്തി പറയാമെങ്കിൽ പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞത് മനസ്സിലായെങ്കിൽ അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയുടെ നിവർത്തി വെളിപ്പെട്ടത് യേശു ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുദ്ധാനത്തിലൂടെയാണ്. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെട്ടു. അതുകൊണ്ടല്ലേ നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ കാരണം എന്താ? യേശുവിന്റെ കാൽവരി മരണമല്ലേ? യേശു നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റുകൊണ്ടല്ലേ നമ്മൾ അനുഗ്രഹമായത്? ആണോ? ആണെങ്കിൽ അതിന് കാരണം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയുടെ നിവൃത്തിയല്ലേ? അപ്പൊ അബ്രഹാമ്യ കവനന്റിന്റെ നിവർത്തിയാണ് യേശുവിന്റെ മരണ അടക്ക പുനരുദ്ധാനം. യേശുവിന്റെ മരണം എന്താണ്? യേശുവിന്റെ മരണം പുതിയ ഉടമ്പടിയുടെ നിവർത്തിയാണ്. പുതിയ ഉടമ്പടിയുടെ പ്രഖ്യാപനം പെസഹയുടെ അന്ന് രാത്രി നടന്നു. പുതിയ ഉടമ്പടിയുടെ പ്രഖ്യാപനം പെസഹയുടെ അന്ന് രാത്രി മടക്കിയും പുതിയ ഉടമ്പടി സ്ഥാപിച്ചവ യേശുവിന്റെ മരണ അടക്ക പുനരുദ്ധാനത്തിലൂടെയാണ്. നമുക്ക് അവിടേക്ക് വരാൻ കേട്ടോ. അവിടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരും. ഞാനതിൻ്റെ മൊത്തം ബേസ് പറഞ്ഞു പോവുകയാണ്. ഇനി ഞാൻ നിങ്ങളുടെ അടുത്തൊരു ചോദ്യത്തിലേക്ക് വരികയാണ്. ഇതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ ഒരു ഈ നമ്മൾ വീട് പണിയുമ്പോൾ അതിൻ്റെ തറക്കല്ലിടുന്നത് പോലെ തറക്കല്ലിട്ട് ഞാൻ കോൺക്രീറ്റ് കൊണ്ട് വാർത്ത പോലെയാകും. ഇതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിൽ ഉള്ളത് 66 പുസ്തകങ്ങളാണ്. അതിനകത്ത് പഴയ നിയമപുസ്തകങ്ങൾ 39-ഉം പുതിയ നിയമപുസ്തകങ്ങൾ 27-മാണ്. ഇനി ഞാൻ അതിനകത്ത് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുന്നു. പഴയ ഉടമ്പടി, അതായത് മോശയിക ഉടമ്പടി ഏത് പുസ്തകം മുതൽ ഏത് പുസ്തകം വരെ, അല്ലെങ്കിൽ എത്ര വർഷം? ഇത് കിട്ടിയിട്ട് വേണം നമുക്ക് പുതിയ ഉടമ്പടി എന്നു പഠിക്കാൻ. പഴയ ഉടമ്പടി എന്നാ സ്ഥാപിച്ചേ? മോശയിക ഉടമ്പടി എന്നാ നടന്നേ? ഉൽപ്പത്തി തൊട്ട് ആവർത്തനം വരെ പഴയ ഉടമ്പടിയാണോ? ഒന്നും കൂടെ ചിന്തിച്ചേ. ഉൽപ്പത്തി, എക്സോഡസ്, മലാക്കി വരെ മോശയിക ഉടമ്പടി. നോക്കി പറയാ, സോറി ചീറ്റിങ്. അല്ല, ചീറ്റിംഗ് ആണെങ്കിൽ അത് ശരിയായില്ല. അല്ല, അതെ, ജെനിസിസ് 12 മുതൽ എക്സോഡസ് 5 വരെ അല്ലേ? അതേതോ ഉറക്കത്തിൽ കിടന്ന് എഴുതിയതാ. അല്ല, ജെനിസിസ് 1 മുതൽ 13 അധ്യായം വരെയും പിന്നെ ജെനിസിസ് 12 മുതൽ എക്സോഡസ് 5 വരെ
മലാഖ് പിന്നെ എക്സോഡസ് മുതൽ മലാഖി വരെ അവിടെ നിന്ന് ഞാൻ ചോദിക്കുകയാണ്, എപ്പോഴാണ് മോശയ്ക്ക് ഉടമ്പടി സ്ഥാപിച്ചപ്പോഴാ? മോശയോട് അതെപ്പോഴാ ഒന്ന് പറയും. നിങ്ങൾ ഹൈക്കോടതി ഇത് പറഞ്ഞോ, ഇത് പ്രസംഗമല്ല, പറഞ്ഞോ. ഇത് ഞാൻ പറഞ്ഞു പോയി നിങ്ങളുടെ അകത്ത് കയറില്ല. നമ്മൾ ഒരുമിച്ച് സംസാരിച്ചു പോയി നിങ്ങളുടെ അകത്ത് പതിയും. അത് എപ്പോഴാണ് മോശ മുഖാന്തരമുള്ള പഴയ ഉടമ്പടി സ്ഥാപിച്ചത്? എവിടെ വെച്ചാണ്? ഒന്ന് അറിയാവുന്നൊരു പറ, മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറ. നീനു സിസ്റ്റർ മെസ്സേജ് ഇട്ടു, സീനായ് മലയുടെ മുകളിൽ വെച്ചാണ്. അപ്പൊ സീനായ് മല ബൈബിളിൽ എവിടെയാ? എത്രാമത്തെ അധ്യായത്തിലാ? ഒരു ഏകദേശം പറ. ഒരു 5 അധ്യായം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോട്ടെ. ഓ അന്നാലും ഉണ്ട്. സീനായ് പർവ്വതം ബൈബിളിലെ ഏത് പുസ്തകത്തിലാ? വെളിപ്പാടിന് ഇപ്പുറത്ത് തപ്പരുത്. സീനായ് പർവ്വതം വെളിപ്പാടിലാന്ന് പറയുന്ന ആരോ? ഉൽപ്പത്തിക്ക് മുമ്പോ? സീനായ് പർവ്വതത്തിൽ ഇസ്രായേൽ മക്കൾ എത്തുന്നത് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലല്ലേ? എന്റെ കർത്താവേ, ഇനി ഞാൻ സൺഡേ സ്കൂളിലേക്ക് പോണം. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ 20-ാം അധ്യായത്തിലല്ലേ ന്യായപ്രമാണം കൊടുക്കുന്നേ? ആണോ? അപ്പൊ മോശ മുഖാന്തരമുള്ള ഉടമ്പടിയുടെ കൈമാറ്റം നടത്തേണ്ടതിന് യഹോവയാം ദൈവം സീനായ് പർവ്വതത്തിൽ ഇറങ്ങി വരുന്നത് അധ്യായം 19. 24-ലാണ് ഉടമ്പടിയുടെ രക്തം തളിക്കുന്നത്. 24-ന്റെ ആദ്യത്തെ പാരഗ്രാഫിന്റെ സമാപനത്തിൽ കാണാം, കവനന്റിന്റെ രക്തം തളിച്ച ശേഷം അവർ പർവ്വതത്തിന്റെ മുകളിലേക്ക് ചെന്ന് അവർ യഹോവയാം ദൈവത്തെ കണ്ട് ഭക്ഷിച്ച് ആരാധിച്ചതൊരു വാക്യമുണ്ട്. ഒരു കാര്യം പിടിക്ക്, പുറപ്പാട് 20 പിടിക്ക്. അപ്പൊ പഴയ ഉടമ്പടി തുറന്നു കിട്ടുന്ന അല്ലെങ്കിൽ തുടങ്ങുന്നത് പുറപ്പാട് 20-ലാണ്. ശരിയാകോ? സംശയമുണ്ടോ? ശരിയായോ? ലിനി സിസ്റ്റർ മാത്രം തലകുലുക്കി, ബാക്കി എല്ലാവരും കുമ്പിട്ടിരിക്കുകയാണ്. പുള്ളിക്കാരി ഓഫീസിലാണ്, എന്നിട്ടും അത് തലകുലുക്കുന്നു. പാവം മോളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. കൽപ്പന കൊടുക്കുന്നത് 20-ല്. 20-ല്. അപ്പൊ പഴയ ഉടമ്പടി, മോശൈക ഉടമ്പടി സ്ഥാപിതമാകുന്നത് 20-24 അധ്യായങ്ങളിലല്ലേ? ആണെന്നോ അല്ലെന്നോ? അതെ. അപ്പൊ മോശൈക ഉടമ്പടിക്ക് മുമ്പുള്ള കാലഘട്ടമാണ് ഉൽപ്പത്തി പുസ്തകം 1 മുതൽ പുറപ്പാട് 18 വരെ. അത് പിടിച്ചോ, അല്ല 20 വരെ പറ, ഒരു കണക്കിന് പറ. ഇനി തിരിച്ചു വരുന്നു. യേശു ക്രിസ്തു പുതിയ ഉടമ്പടി സ്ഥാപിച്ചത് എപ്പോഴാ? പറഞ്ഞോ, ശരിയാണെന്നേ. പെസഹയുടെ അന്ന് രാത്രി. ഇത് കിടക്കുന്ന പുസ്തകം ഏതാ? പുറപ്പാട് പുസ്തകം, മത്തായിയുടെ സുവിശേഷം, സമാപന അധ്യായങ്ങൾ, മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷങ്ങളിലെ യേശുക്രിസ്തുവിന്റെ മരണത്തിന് തൊട്ടു മുമ്പുള്ള പെസഹ വരെയുള്ള കാലഘട്ടമാണ് പഴയ ഉടമ്പടിയുടെ കാലഘട്ടം. ഞാൻ അവനെ ഇങ്ങനെ പറയും, വില്യം ഹെയ്റ്റ്സിന്റെ കലണ്ടർ പ്രകാരം BC 1640 മുതൽ ഏകദേശം AD 30 വരെയുള്ള 1670 വർഷത്തെ ചരിത്രമാണ് പഴയ ഉടമ്പടിക്കുള്ളത്. ഇതേ 1997 പാസ്റ്റർ കെയോ തോമസിന്റെ ക്ലാസ്സിൽ മിസ്ബ ബൈബിൾ കോളേജിൽ ഇരുന്ന് പഠിച്ചത് ഓർമ്മയെന്ന് പറഞ്ഞു തരുന്നതാ. 28 വർഷം മുമ്പ് പഠിച്ച കാര്യം ഇപ്പോഴെങ്കിലും തലയിലൊന്ന് കയറ്റി വെച്ചോളൂ കേട്ടോ. 1670 വർഷത്തെ ചരിത്രമുണ്ട് പഴയ ഉടമ്പടിയുടെ കാലഘട്ടത്തിന്. കേറിയോ? കിട്ടിയോ? കർത്താവേ കൃപ. അപ്പൊ ന്യൂ കവനന്റ് എവിടെന്നാ തുടങ്ങുന്നേ? പുതിയ ഉടമ്പടി എവിടെന്നാ തുടങ്ങുന്നേ? അതൊന്ന് പറയുന്നേ. കർത്തൃമേശ പെസഹയുടെ അന്ന് രാത്രിയാണ് എന്താരംഭിക്കുന്നേ? പുതിയ കവനന്റ് പ്രഖ്യാപിക്കുന്നത്, പുതിയ ഉടമ്പടി പ്രഖ്യാപിക്കുന്നത് പെസഹയുടെ അന്ന് രാത്രി.
സ്ഥാപിക്കുന്നത് കാൽവറിയിലെ മരണ അടക്ക പുനരുത്ഥാനത്താൽ. അപ്പൊ പുതിയ നിയമ ശുശ്രൂഷപ്പെടാൻ തുടങ്ങി യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം തുടങ്ങിയ ശുശ്രൂഷയാണ് പുതിയ നിയമ ശുശ്രൂഷ. ഇത്രയും കിട്ടിയോ? അപ്പൊ ഇനി ഞാൻ ചോദിക്കുന്നു, ഏലിയാവ് പ്രാർത്ഥിച്ച് തീയിറക്കി, പഴയ നിയമത്തിലോ പഴയ നിയമ ശുശ്രൂഷയോ പുതിയ നിയമ ശുശ്രൂഷയോ? മിണ്ടുകല. ഏലിയാവും ഏലീശയും മരിച്ചവരെ ഉയർപ്പിച്ചു. പഴയ നിയമ ശുശ്രൂഷയോ പുതിയ നിയമ ശുശ്രൂഷയോ? മോശ എത്രയോ അത്ഭുതങ്ങളാണ് അവിടെ ചെയ്തത്. വടിയെ പാമ്പാക്കുന്നു, പാമ്പിനെ വടിയാക്കുന്നു, എന്നൊക്കെ പരിപാടി ഒപ്പിക്കുന്നു. ഇതെല്ലാം പഴയ ഉടമ്പടിയോ? പഴയ ഉടമ്പടിയിൽ ചെയ്ത ശുശ്രൂഷകളാണ് നമ്മൾ പുറപ്പാട് 20 മുതൽ മത്തായിയുടെ സുവിശേഷം 26 അധ്യായം വരെ കാണുന്നത്. അപ്പൊ അവിടെ കാണാൻ കഴിയാത്തതല്ലേ പുതിയ നിയമ ശുശ്രൂഷ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഒന്നും മനസ്സിലാകുന്നില്ല. ദേശത്തിന്റെ കെട്ടഴിക്കുന്നു, എരിഹോവിന്റെ കെട്ടഴിക്കുന്നു, പ്രാർത്ഥിച്ച് തീയിറക്കുന്നു. നോക്കിയേ, ഏലീശയുടെ നയമാന്റെ കുഷ്ഠം സൗഖ്യമാക്കുന്നു, കണ്ണു തുറക്കുന്നു, അഭിഷേകത്തിന്റെ പകർച്ച മടക്കുന്നു. ഇതെല്ലാം പഴയ ഉടമ്പടി പറഞ്ഞതല്ലേ? പഴയ ഉടമ്പടിയിൽ നടക്കാത്തത് എന്തോ നടക്കുന്നതല്ലേ പുതിയ ഉടമ്പടി? അങ്ങനെയെങ്കിൽ പുതിയ ഉടമ്പടി എത്ര മഹിമയുള്ളവ, എത്ര ശ്രേഷ്ഠമയായതാണ്. അപ്പൊ പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്താണ് അവന്റെ മഹിമ, എന്താണ് അവന്റെ പ്രാധാന്യത, എന്താണ് അവന്റെ ശ്രേഷ്ഠത? പഴയ ഉടമ്പടിക്കകത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു. പഴയ നിയമത്തിൽ കാണുന്ന സകല അനുഭവങ്ങളും സകല അനുഗ്രഹങ്ങളും സകല നന്മകളും സകല അസാധാരണ വീരപ്രവർത്തികളും മൊത്തം അവിടെ മറന്നിട്ടുണ്ടെങ്കിൽ അവനേക്കാൾ എത്ര മേത്തരമാണ് പുതിയ ഉടമ്പടി. പരിശുദ്ധാത്മാവ് നമ്മെ വിളിച്ചിരിക്കുന്നത് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകാനാണ്. സ്തോത്രം. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ നിർത്തിയിട്ട് നമുക്ക് നാളെ മുതൽ നമുക്ക് വീണ്ടും അതിനകത്തേക്ക് പ്രവേശിക്കാം. ഇപ്പം ഞാൻ എടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നോ? ഇന്ന് നമ്മൾ പറഞ്ഞത് പ്രധാനപ്പെട്ടത് എന്തൊക്കെയാണ്? വേഗത്തിൽ ആരെങ്കിലും ഓരോരുത്തർ ഓരോരോ ഭാഗം, ഇന്ന ഭാഗമാണ് ആദ്യം പറഞ്ഞത്, രണ്ടാം ഭാഗത്ത് ഇന്നതാണ് പറഞ്ഞത്, മൂന്നാം ഭാഗത്ത് ഇന്നതാണ് പറഞ്ഞത്, നോട്ട് നോക്കി പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കും. പെട്ടെന്ന് ഒരാൾ ഒരു ഭാഗം പറയുക, അടുത്ത ആൾ അടുത്ത ഭാഗം പറയുക. അപ്പോൾ എല്ലാവർക്കും അത് റിവൈൻഡായി കിട്ടും. എഴുതാത്തവർക്ക് എഴുതാനും പറ്റും. പെട്ടെന്ന് പറഞ്ഞു, ഓരോരുത്തർ എഴുതിയവർ ഓരോരുത്തർ പറഞ്ഞു, വേഗം പറഞ്ഞു. 2 കൊരിന്ത്യർ 3:6 അവർ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ. പിന്നെ ന്യൂ കവനന്റിന്റെ വെളിപ്പാടില് ശുശ്രൂഷ ചെയ്യണം. പുതിയ ഉടമ്പടി എന്താണെന്ന് അറിയാം. ഉടമ്പടി ഉണ്ട്, 6 ഉടമ്പടി. ഉടമ്പടികൾ 6 ഉണ്ട്. ആദാമിനോട്, നോഹയോട്, അബ്രഹാമിനോട്, മോശ മുഖാന്തരം ഇസ്രായേലിനോട്, ദാവീദിനോട് പുതിയ ഉടമ്പടി. ഓക്കെ. ഇനി അടുത്തൊരാൾ പറഞ്ഞോ, അടുത്തൊരാള്. താങ്ക് യു ഡോക്ടർ. എഴുതിയത് വായിക്കാനാ പറഞ്ഞേ. 3 types of covenant. 3 ടൈപ്പ് ഓഫ് കവനന്റ് പറഞ്ഞോ. Grand covenant, kinship covenant, vassal covenant. 3 ടൈപ്പ് കവനന്റ്: ഗ്രാൻഡ് കവനന്റ്, കിൻഷിപ്പ് കവനന്റ്, വാസൽ കവനന്റ്. അത് ആരോടൊക്കെയൊന്ന് വേഗം പറഞ്ഞോ. Grand covenant, higher to lower, the king to his subjects. Kinship, equal parties, equal partnership. Vassal covenant, master slave relationship. ഓക്കെ. അപ്പൊ ഞാൻ ചോദ്യം തിരിച്ചു ചോദിക്കുന്നു. ഇത് ലിനി സിസ്റ്ററോട് ദൈവം ചെയ്തിരിക്കുന്ന ഉടമ്പടി വാസലാണോ, കിങ്ഷിപ്പ് ആണോ, ഗ്രാൻഡ് ആണോ? ഒരു കുഴക്കുന്ന ചോദ്യം ഞാൻ ചോദിച്ചു. 3 കവനന്റ് ആണ് ദൈവം സാധാരണഗതിയിൽ മാനവകുലത്തോട് ചെയ്തിട്ടുള്ളത്. അതിൽ ലിനി സിസ്റ്ററോട് ചെയ്ത ഉടമ്പടി ഏതാ? മേമി ചേച്ചിയോട് ചെയ്ത ഉടമ്പടി ഏതാ? സോജി സിസ്റ്ററോട് ചെയ്ത ഉടമ്പടി ഏതാ? 5 സിസ്റ്ററോട് ചെയ്ത ഉടമ്പടി ഏതാ?
ആശാറ്റുപോകിലും ഈശൻ കൂടെയുള്ളതാ. എന്റെ അമ്മാച്ചൻ എഴുതിയൊരു പാട്ടാണ്. ആശ അറ്റുപോകിലും ഈശൻ കൂടെയുള്ളതാൽ ലേശം ഭീതിയില്ലിഹേ, മേശ ഒരുക്കിടും മുന്നിൽ ലേശം ഭീതിയില്ലിഹേ, മേശ ഒരുക്കിടും മുന്നിൽ. ഞാൻ നോക്കിയിട്ടേ ദൈവം എന്നോട് ചെയ്ത ഉടമ്പടിയിൽ ഇത് 3 ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടത് ദൈവം ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്ത ഉടമ്പടിയുടെ മക്കളാക്കി അവകാശിയാക്കി എന്നെ മാറ്റിയതാണ് ഞാൻ കണ്ടത്. ഇത് നമ്മുടെ തലയിൽ പെട്ടെന്ന് കയറില്ല. കാരണം നമ്മുടെ എല്ലാവരും ചിന്ത ദൈവം നമ്മുടെ എന്ത് ചെയ്തിട്ടുണ്ട് പറയുന്നേ, ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ തലയിൽ നിന്ന് മാറാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഹലോ, ഇത് നിങ്ങളുടെ തലയിൽ ഇത് കാരണം നമ്മളോടല്ല ദൈവം ഉടമ്പടി ചെയ്തിരിക്കുന്നത്, പിതാവും പുത്രനും കൂടെ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്ത ഉടമ്പടിയുടെ അവകാശിയാക്കി നമ്മൾ മാറ്റിയേക്കുക. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ ഡൗട്ട് വന്നോ? ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ തെളിയിക്കും. ഇപ്പൊ പറയും. സമയം നമ്മുടെ മുന്നിൽ 30 സാരമില്ല. ഇത് ഇനി നാളെ ഈ ഭാഗം നമുക്ക് തൊടാൻ പറ്റിയല്ല. ദൈവം നിങ്ങളോട് ഉടമ്പടി ചെയ്തിട്ടുണ്ടെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അതോ നിങ്ങളോട് ദൈവം ന്യൂ കവനന്റിന്റെ അവകാശികളാക്കി മാറ്റിയതാണോ? പുതിയ ഉടമ്പടിയുടെ അവകാശികളാക്കി. ആ പുതിയ ഉടമ്പടി ആരോടാണ്? ഇസ്രായേൽ ജനത്തിനോട്. ആരോടല്ല? നമ്മളോടല്ല. നമ്മളെ ജാതികളായ നമ്മെ ഇതിന്റെ അവകാശികളാക്കി മാറ്റിയതാ. തല കുലുക്കുന്ന എനിക്ക് 2 തരാമെന്നാണോ അതോ മനസ്സിലായി എന്നുള്ള അർത്ഥത്തിലാണോ? സിസ്റ്ററാണോ പറഞ്ഞേ? അപ്പം നമുക്ക് ഒരു തെളിച്ചം. അപ്പൊ നമ്മൾ 3ാമത്തെ ക്ലാസ് എടുത്ത് നന്നായില്ലേ? തീർച്ചയായിട്ടും നന്നായി. അപ്പം ഒന്നുകൂടെ കൃത്യമായി വിശകലനം അടക്കും. ഇതിനകത്ത് കൃത്യമായ വിശകലനം അടക്കും. അപ്പൊ ഞാൻ ഈ ജോർജ് കുട്ടിയുടെയും സാറാമ്മയുടെയും മകനാണ് ഞാനെങ്കിൽ അവരുടെ സ്വത്തിന്റെ അവകാശി ഞാനല്ലേ? ആണോന്ന് പറ. പിന്നെ ഞാൻ ആ സ്വത്ത് കിട്ടാൻ വേണ്ടി എന്താ പറയാ യുദ്ധം ചെയ്ത് സമരം ചെയ്ത് വടിയും കുത്തിപ്പിടിച്ച് ബഹളം വെച്ച് കഷ്ടപ്പെട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ചാവാൻ നിൽക്കണോ? നിങ്ങൾ ആരാണെന്നുള്ള വെളിപ്പാട് വന്നാൽ നിങ്ങളുടെ അവകാശം മുഴുവൻ നിങ്ങളുടെ സ്വന്തമായി മാറാൻ പോവുകയാണ്. ഈ പണ്ട് ഞാൻ സിനിമ കണ്ടിരുന്ന കാലത്ത് കണ്ട ക്ലിപ്പാന്നുകൊണ്ട് കർത്താവ് ഏത് ഓൺലൈനിൽ പോവും. ഒരു ക്ലിപ്പുണ്ട്. ഒരാൾ ചോദിക്കുന്നതാണ്. അതോ എനിക്ക് അല്ല അയച്ചു തന്നെന്ന് എനിക്കറിയില്ല. താൻ ആരാണെന്ന് തനിക്കറിയെങ്കിൽ താൻ ആരാണെന്ന് താൻ എന്നോട് ചോദിക്കും. അങ്ങനെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്നതുപോലെ നിങ്ങൾ ആരാന്നറിയണം. നിങ്ങൾ അബ്രഹാമിനോട് ചെയ്ത, ദാവീദിനോട് ചെയ്ത അവരോട് ചെയ്ത ഉടമ്പടിയുടെ നിവർത്തിയായ പുതിയ ഉടമ്പടിയുടെ അവകാശങ്ങൾ അനുഭവിക്കാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അവന്റെ മക്കളാണ്. നിങ്ങളുടെ അവകാശമാണിത്. ഇതിനിടയിൽ ഒരു മധ്യവർത്തിയുടെ ആവശ്യമില്ല. ഇതിനിടയിൽ മറ്റൊരു കർമ്മത്തിന്റെ ആവശ്യമില്ല. ഇത് മറ്റുള്ളവരിലേക്ക് തുറന്നു കൊടുക്കുന്നതാണ് പുതിയ നിയമ ശുശ്രൂഷ. കേൾക്കുന്നുണ്ടോ? പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റും കാണുന്ന സമസ്ത ലോകവും ഈ അവകാശങ്ങളും അനുഗ്രഹങ്ങളും അനുഭവിക്കാൻ പിതാവിന് കരുണ തോന്നി പിതാവ് അവരിലേക്ക് പകർന്നു കൊടുക്കാനുള്ള സകല റൂട്ട് വെട്ടിവെച്ചേക്കുക. എൻ്റെ കയ്യിൽ 1000 കോടി രൂപയുണ്ട്. 1000 കോടി രൂപ എന്ന് വിചാരിക്കുക. ഇവന്റെ അവകാശി ആരാ? എൻ്റെ മക്കളല്ലേ? ജോസക്ക്, ജോഹന്ന, ജൊനീറ്റി അല്ലേ? ആണോ? അപ്പൊ എൻ്റെ മക്കൾ ഇവർ 3 പേരുമാണ് ഇവന്റെ അവകാശികൾ.
അപ്പൊ അതിനകത്തേക്ക് വേറൊരു വ്യക്തിക്ക് കൂടെ കയറി നിൽക്കാൻ ഞാൻ നിയമപ്രകാരം ഒരു വഴി വെട്ടിവെച്ചിട്ടുണ്ടെങ്കിലോ, ആ നിയമപ്രകാരം വെട്ടിവെച്ച വഴി ആ വ്യക്തിക്ക് തുറന്നു കൊടുത്ത അവനിലേക്ക് അവന്റെ അവകാശങ്ങൾ തുറക്കുന്നവല്ലേ പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറയുന്നത്, ന്യൂ കവനന്റ് മിനിസ്ട്രി എന്ന് പറയുന്നത്. പാപികളും ദോഷികളുമായ മാനവകുലം പിശാചൊരുക്കി അടിമത്തത്തിനകത്തുപെട്ട് തകർന്നുകൊണ്ടിരിക്കുമ്പോൾ അവരിലേക്ക് ഇത് മുഴുവൻ തുറന്നു കൊടുക്കുവാൻ നമ്മുടെ കർത്താവ് കാൽവറിയിൽ പുതിയ ഉടമ്പടി സ്ഥാപിച്ച് അവനിൽ വിശ്വസിക്കുന്നവരിലേക്ക് അവൻ ഇത് സൗജന്യമായി പകരുകയാണ്. അതിനെയാണ് പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഞാൻ നാളെ അതിൻ്റെ അടുത്ത ഭാഗം ദൈവം അനുവദിച്ചാൽ വിശദീകരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മൾ മുഴുവൻ പറഞ്ഞു, എല്ലാ ഭാഗവും പറഞ്ഞു വന്നതിൻ്റെ ഇടയിൽ ചോദ്യത്തിൽ പറഞ്ഞപ്പോൾ നിങ്ങൾ അതിനകത്ത് ഒരു ചോദ്യത്തോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചിട്ടാണ് ഞാൻ അവിടേക്ക് പോയത്. അപ്പോൾ ചോദിച്ചത് നന്നായില്ലേ? അവസാന ഭാഗം പറഞ്ഞോ? ഉടമ്പടിയുടെ കാലഘട്ടം ഏത് കാലഘട്ടം വരെയാന്ന് പറഞ്ഞോ? ഉടമ്പടി മോശയ്ക്ക് ഉടമ്പടി തുടങ്ങിയത് എന്തുകൊണ്ടാണെന്നുള്ള പുറപ്പാട് 20 മുതൽ മത്തായി 26 വരെയുള്ള അധ്യായങ്ങളിൽ യോഹന്നാൻ വരെ പിടിക്കണം കേട്ടോ. യേശുവിന്റെ ക്രൂശ് വരെ, യേശുവിന്റെ മരണത്തിന് തൊട്ടു മുമ്പ് വരെയുള്ള കാലഘട്ടമാണ് പഴയ ഉടമ്പടിയുടെ കാലഘട്ടം. ഓക്കെ, ബാക്കി നമുക്ക് നാളെ പഠിക്കാം. മിമി ചേച്ചി പ്രാർത്ഥിച്ച് ഇപ്പം ഈ സെക്ഷൻ അവസാനിപ്പിക്കും. മിമി ചേച്ചി പ്രാർത്ഥിച്ചു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടെ ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വചനം ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു, ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കുന്നതാണ്. ദൈവിക ജ്ഞാനത്താൽ ദൈവം ഞങ്ങളെ നിറയ്ക്കണം. ഈ ദിവസങ്ങളിൽ ദൈവിക വെളിപ്പാടുകളെ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കർത്താവ് ഞങ്ങൾ കേട്ടിട്ട് അങ്ങനെ തന്നെ ഇരിക്കുന്നവരായിട്ടല്ല. ആ വചനം എന്ത് ആത്മാവില്, ഏത് രീതിയിൽ, ഏത് അർത്ഥത്തില്, എന്തിനു വേണ്ടി എഴുതിയിരിക്കുന്നുവോ, അതെന്തിനാ ദൈവം ഞങ്ങളെ കേൾപ്പിക്കുന്നു, അത് അതിന്റെ പ്രവൃത്തിയിലേക്ക് നടത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കേട്ടാ ഞങ്ങളെല്ലാവരെയും ദൈവകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു. കർത്താവെ, വചനം അത് വീണടുത്ത് കിടക്കാതെ അത് കിളിർത്ത് 100, 60, 30 മേനിയായിട്ടല്ല കർത്താവെ, അത് ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ അത് പ്രവൃത്തിയിൽ വരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിച്ച് ദൈവദാസനെ ദൈവകാര്യത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ കർത്താവ് കൊടുത്ത് ഞങ്ങൾക്ക് വചനം പറഞ്ഞു തരുവാൻ ദൈവം ബലപ്പെടുത്തി ആരോഗ്യത്തോടും ബലത്തോടും സൗഖ്യത്തോടും ഏറെ കൃപകളോടും കൂടെ കർത്താവ് നിർത്തിയിരിക്കുന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി കരയുന്നു. കർത്താവെ, ഒരിക്കൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി കർത്താവെ, ഞങ്ങൾക്ക് സാഹചര്യം തന്നതിനായി എല്ലാത്തിനും ഞങ്ങൾ നന്ദി കരയുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശുക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ ചോദിക്കുന്നു പിതാവെ, കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവ ദൈവത്തിന്റെ സഹവാസവും കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥന വിഷയം കൊണ്ടും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരോടും ഇന്ന് മന്ദിക്ക് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഷലോം.